Mathematics Conference conducted by AAVM presented a paper at National Conference of Mathematical Education by NCERT, continues to take online workshops on Vedic mathematics and coding to school students. Was directly appreciated by the Honorable Prime Minister of India in April 2022 during Pariksha Pe Charcha event for the efforts to help making learning mathematics fun to many students through Vedic mathematics along with her sister Nivedita. ഇപ്പൊ പഠിക്കുന്ന കാര്യം എന്താ വെച്ചാൽ മെയിനായിട്ട് മറ്റേ സംഗതികളൊക്കെയാണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനില് സെക്കൻഡ് ഇയർ പഠിക്കുവാണ്. കേന്ദ്രീയ വിദ്യാലയയിലെ റബ്ബർ ബോർഡ് കോട്ടയം സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ നമ്മുടെ ഈ അച്ഛനെയും അമ്മയെയും പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് വിശേഷതകളുണ്ട്. ധന്യയാണ് അമ്മ, ദേവരാജ് സാറാണ് അച്ഛൻ. അപ്പൊ ഈ രണ്ടുപേരും നന്ദിതയെ വളരെയധികം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനും കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പ്രൗഡ് പേരൻസിനും കൂടെ അഭിനന്ദനങ്ങൾ. ഒത്തിരി സന്തോഷത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ ഇന്നത്തെ വേദി കൈയടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദിതയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നന്ദിത, പ്ലീസ് മോളെ. Good evening, everyone. Thank you, Girija ma'am, for that wonderful introduction. ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഈ ഒരു ചാൻസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനായിട്ട് ഹാപ്പിനെസ് ഹബിനും ഗിരിജ മാമിനും ഒക്കെ ഒത്തിരി താങ്ക് യു. ഞാൻ എൻ്റെ സ്ക്രീൻ പ്രസന്റ് ചെയ്യാണ്. വിസിബിൾ ആണോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? വിസിബിൾ ആണ്. സോ ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് നാളായിട്ട് അല്ലെ സ്ഥിരം ന്യൂസിൽ ഹെഡ്ലൈൻസ് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക് ആണ് ഈ AI. എവ്രിവൺസ് ടോക്കിംഗ് അബൌട്ട് AI. ആൻഡ് എനിക്ക് തോന്നുന്നത് വി ആർ ഓൾ എ വെരി ലക്കി ജനറേഷൻ, വി ആർ ഓൾ എ വെരി ലക്കി ബഞ്ച് ഓഫ് പീപ്പിൾ. നമുക്ക് AI-യുടെ ഈ ഒരു ഇത്ര വലിയൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വി ആർ ഏബിൾ ടു വിറ്റ്നസ് ദാറ്റ്. നമ്മുടെ മുന്നിൽ കൂടിയാണ് ഇത്ര പെട്ടെന്ന് AI വളരുന്നത് അല്ലെ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് റിസർച്ചേഴ്സും ഇന്നോവേഷൻസും ഒക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ലൈക്ക് 1900s തൊട്ട് നടക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കുള്ള സ്റ്റഡി. പക്ഷെ അന്നൊക്കെ ആൾക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുവാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കി ചിരിക്കുകയായിരുന്നു അല്ലെ. അന്ന് ഇത് അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഫീൽഡ് അല്ലായിരുന്നു. പക്ഷെ ഈ കുറച്ച് വർഷങ്ങളുടെ ഇടയിൽ അല്ലെ, എസ്പെഷ്യലി ആഫ്റ്റർ 2020 AI-ക്ക് പെട്ടെന്നൊരു വലിയ ബൂമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ സമയത്ത് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈച്ച് വൺ ഓഫ് us നോസ് ലിറ്റിൽ ബിറ്റ് സംതിങ് അബൌട്ട് AI. ആൻഡ് AI എന്ന് പറയുന്ന ഈ വാസ്റ്റ് ഫീൽഡിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഓവർവ്യൂ. ആൻഡ് ഈ ക്ലാസ് ഭയങ്കര ഒരു ഓവർലി സിംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. സോ ദാറ്റ് ഡിസ്ക്ലെയിമർ ഐ എം പുട്ടിംഗ് ഇറ്റ് ഔട്ട് ദർ. ആൻഡ് ലെറ്റ്സ് ബിഗിൻ ദിസ് ഡിസ്കഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ നമുക്ക് തുടങ്ങുന്നത് ഏറ്റവും ബേസിക്സ് എന്ന് തുടങ്ങാം. ആസ് ഹ്യൂമൻസ് നമ്മൾ എന്താണ് എപ്പോഴും ക്രേവ് ചെയ്യുന്നത് എന്താണ് അല്ലെ? വി ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ കംഫർട്ട്, വി ആർ ലുക്കിംഗ് ഫോർ ന്യൂ ഇന്നോവേഷൻസ്, ലുക്കിംഗ് ഫോർ മോർ. നമ്മുടെ ലൈഫ് ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ, ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ നാച്ചുറൽ ഹ്യൂമൻ ടെൻഡൻസി. അപ്പൊ അതിന് ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ ഇൻ ദിസ് ലൂപ്പ് ഓഫ് കണ്ടിന്യൂസ് ഇന്നോവേഷൻ അല്ലെ. ആദ്യം മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചു? ഫയർ കണ്ടുപിടിച്ചു. പിന്നെ എങ്ങനെ ഭക്ഷണം കുക്ക് ചെയ്യാന്ന് കണ്ടുപിടിച്ചു. വീൽ, ഇന്നോവേഷൻ ഓഫ് ദ വീൽ, ദാറ്റ് വാസ് എ ബിഗ് റെവല്യൂഷൻ. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പതുക്കെ വന്നു. ഇലക്ട്രിസിറ്റി വാസ് ഡിസ്കവേർഡ്, ലൈറ്റ് ബൾബ്, then telephone vannu, communication started booming, and then the big thing, internet came, personal computers, smartphones, everything became so popular. Angane we're in this continuous era of innovation, and now ipo nammal ettirikkunnathu we're under an AI revolution, or artificial intelligence inde revolution aanu. AI is around us everywhere, like AI bots are there, like chat bots like ChatGPT, Gemini by Google, even Meta released Meta AI. All companies avarude chat bots ne irakkikondirikkayan. And
ഈ ചാറ്റ് ബോട്ട്സ് നമ്മളുടെ അടുത്ത് ലൈക്ക് ദർ ഏബിൾ ടു ഹാവ് വെരി ഗുഡ് കോൺവെർസേഷൻസ് വിത്ത് അസ്, വെരി മീനിങ് കോൺവെർസേഷൻസ്. ദർ സ്റ്റാർട്ടിംഗ് ടു സൗണ്ട് മോർ നാച്ചുറൽ, അവരുടെ വോയിസ് ഇസ് സ്റ്റാർട്ടിംഗ് ടു ഗെറ്റ് ബെറ്റർ ആൻഡ് ദർ കോൺവെർസേഷൻസ് ആർ ഫ്ലോയിങ് വെരി നാച്ചുറലി. ദീസ് ആർ ഓൾ ബിഗ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനി ഇത് മാത്രമാണോ എ ഐ? ഈ ചാറ്റ് ബോട്ട്സും നമ്മൾ കാണുന്ന ചാറ്റ് GPT ഒക്കെ മാത്രമാണോ എ ഐ? അല്ല. എ ഐ ഈസ് യൂസ്ഡ് ഇൻ എ ലോട്ട് മോർ ആപ്ലിക്കേഷൻസ്. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ ആദ്യം തുറക്കുമ്പോൾ തന്നെ അല്ലെ, ഒരു ആപ്പ് തുറന്നു കഴിയുമ്പോൾ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് റെക്കമെൻഡേഷൻസ്. നമ്മൾ എങ്ങനെയുള്ള വീഡിയോസ് കാണണം, നമ്മൾ എങ്ങനെയുള്ള പോസ്റ്റ് കാണണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് ഇത് പഠിക്കും. അല്ലാതെ ഒരാൾക്ക് പേഴ്സണലി ഇപ്പം ഫേസ്ബുക്കിന് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് എത്ര മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ട് അല്ലെ. അപ്പം ഓരോരുത്തരുടെ ഈ ഡേറ്റയും ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഹ്യൂമൻലി പോസിബിൾ അല്ല. പക്ഷെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏബിൾ ടു ലേൺ ഓരോ ആൾക്കാർക്കും എങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രിഫറൻസസ് ആണുള്ളത്, എങ്ങനത്തെ കൈൻഡ് ഓഫ് പോസ്റ്റ് അവർ കാണും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള പ്രിഫറൻസസ് ഈ മെഷീൻ പഠിച്ചെടുക്കും. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോസ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടേക്ക് യൂസ് ചെയ്യാം? നമ്മുടെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് അല്ലെ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ആർ പ്രീവിയസ് ഹിസ്റ്ററി അല്ലെ, അതെല്ലാം വെച്ച് പുതിയ പുതിയ നമുക്ക് വേണ്ട സാധനങ്ങൾ റെക്കമെൻഡ് ചെയ്ത് തരും. പിന്നെ ആഡ്സ്, നമ്മൾ ഇന്റർനെറ്റിൽ വേറെവർ വി ഗോ വി ലൈക്ക് ഷോൺ ആഡ്സ് അല്ലെ, അഡ്വർടൈസ്മെന്റ്സ് ആണ് ഫുൾ. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിനെ ലൈക്ക് കമ്പനീസിന്റെ ബിഗ് കമ്പനീസിന്റെ റവന്യൂ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ അഡ്വർടൈസ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ലൈക്ക് ആ കറക്റ്റ് യൂസേഴ്സിന്റെ അടുത്തേക്ക് ഈ പ്രോഡക്ട്സ് എത്തിക്കണം അല്ലെ. അത് ലേൺ ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ നേരത്തെ പർച്ചേസ് ഹിസ്റ്ററി എല്ലാം വെച്ച് നമുക്ക് കറക്റ്റ് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്ത് തരുന്നതും ഒക്കെ ഈ എ ഐ ആണ്. ആൻഡ് അനദർ ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഓഫ് എ ഐ ഇസ് ഗൂഗിൾ മാപ്സ് അല്ലെ. നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡെസ്റ്റിനേഷൻ കൊടുക്കും, നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷനും ഇൻപുട്ട് ആയിട്ട് കൊടുക്കും, എന്നിട്ട് നമുക്ക് ബെസ്റ്റ് റൂട്ട് കാണിക്കും. ഈ ബെസ്റ്റ് റൂട്ട് എങ്ങനെയാ ഗൂഗിൾ മാപ്സിന് മനസ്സിലാകുന്നത്? ഡിസ്റ്റൻസ് മാത്രമല്ല നോക്കുന്നത്. ഡിസ്റ്റൻസ് ഇസ് നോട്ട് ദ ഓൺലി ഫാക്ടർ. അതൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും അല്ലെ. ആൻഡ് ഇറ്റ് ഓൾസോ എസ്റ്റിമേറ്റ്സ് ദ ട്രാഫിക്. നമ്മൾ പോകുന്ന ഓരോ റൂട്ടിലും ഓരോ വഴിയിലും എത്രത്തോളം ട്രാഫിക് ഉണ്ടായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ഇഫ് യു ലുക്ക് അറ്റ് ഗൂഗിൾ മാപ്സ് ആ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റോഡ്സും 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. നോർമൽ ട്രാഫിക്, മീഡിയം ട്രാഫിക് ആൻഡ് ഹെവി ട്രാഫിക് അല്ലെ. ബ്ലൂ കളർ, ഓറഞ്ച് കളർ, റെഡ് കളർ ആയിട്ട് എല്ലാ റോഡ്സിനെയും, നമ്മുടെ വഴിയിലെ എല്ലാ റോഡ്സിനെയും അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് അതൊരു ടൈം എസ്റ്റിമേറ്റ് ചെയ്യും. ഇപ്പം ലെറ്റ്സ് സേ ഗൂഗിൾ മാപ്സ് ഇസ് ട്രൈങ് ടു പ്രെഡിക്റ്റ് പുതുപ്പള്ളി ജംഗ്ഷനിൽ എത്ര ട്രാഫിക് ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകും. സോ ഈ വൺ വേ ഇസ് ദാറ്റ് അതേ വഴിയിൽ അല്ലെങ്കിൽ അതേ ജംഗ്ഷനിൽ കൂടെ പാസ് ചെയ്ത വെഹിക്കിൾസിന്റെ ഡേറ്റ ഇതിന് കിട്ടും. ഓക്കെ, ഒബ്വിയസ്ലി ദാറ്റ്സ് എ വെരി ഒബ്വിയസ് വേ. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം ആ വഴി കൂടെ 1-2 വെഹിക്കിൾസ് പോയ ഡേറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പം ഇതിന്റെ പ്രഡിക്ഷൻ എഫക്റ്റീവ് ആകത്തില്ലല്ലോ. സോ ദർ ആർ അതർ വേസ് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പം ഈ നമ്മൾ എടുത്ത ജംഗ്ഷൻ, അതായത് ഇപ്പം പുതുപ്പള്ളി ജംഗ്ഷൻ പോലെയുള്ള നിയർ ബൈ ജംഗ്ഷൻസിനെ എടുക്കും. ചിലപ്പം കോട്ടയത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സിമിലർ ജംഗ്ഷൻസിനെ എടുക്കും. എങ്ങനെയാ ഇത് സിമിലർ ആണോ, 2 ജംഗ്ഷൻസ് അല്ലെങ്കിൽ 2 റോഡ്സ് എങ്ങനെയാ സിമിലർ ആണോ എന്ന് അസസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ യൂസ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് ലെറ്റ്സ് സേ ഈ ജംഗ്ഷന്റെ അല്ലെങ്കിൽ ഈ റോഡിന്റെ ഇത്ര കിലോമീറ്റർ റേഡിയസിൽ 2 സ്കൂളുകളുണ്ട്. മേ ബി സം ബാങ്ക്സ് ആർ ദർ, സം അതർ ഓഫീസസ് ആർ ദർ, സം വർക്ക് പ്ലേസസ് ആർ ദർ. അപ്പൊ ഈ വർക്ക് പ്ലേസസ് ഒക്കെ അടുത്തുള്ള റോഡ്സിലും ജംഗ്ഷൻസിലും എന്താ സംഭവിക്കുക? ബിറ്റ്വീൻ ദ ടൈംസ് ഓഫ് 8:30, 10 ആൻഡ് ഈവനിങ് ഒരു എന്താണ് ഒരു 3 to 5:30 ആ ടൈമിൽ റഷ് വിൽ ബി വെരി മച്ച് അല്ലെ. ആൾക്കാർ ഓഫീസിൽ നിന്ന് പോകുന്നേയും വരുന്നേയും ആ ഒരു സമയത്ത് റോഡിലെ ട്രാഫിക് കൂടുതലായിരിക്കും. അപ്പം വേറെ ഏതോ ഒരു ജംഗ്ഷൻ വിച്ച് ഇസ് സിമിലർ ടു ആർ ജംഗ്ഷൻ, ആർ പുതുപ്പള്ളി ജംഗ്ഷൻ, അത് അവിടുത്തെ ഒരു ഡേറ്റ ഗൂഗിൾ മാപ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ച് ഇറ്റ് വിൽ ട്രൈ ടു പ്രെഡിക്റ്റ്. ഓക്കെ, നമ്മളിപ്പോ പോകുന്നത് രാവിലെ 9 മണിയാണ്, അപ്പൊ ഈ സമയത്ത് അവിടെ എത്രത്തോളം ട്രാഫിക് ഉണ്ടാവുമെന്ന് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിമിലർ കാറ്റഗറീസ് കണ്ടുപിടിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യും. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ട് നമ്മുടെ ചുറ്റും. ദ ലിസ്റ്റ് ഗോസ് ഓൺ ഫോർ എവർ അല്ലെ. ആൻഡ് വൺ തിങ്, ഈ എ ഐ എന്ന് കേൾക്കുമ്പോൾ
ഈ സയൻസ് ഫിക്ഷൻ മൂവീസ് ഒക്കെ പെയിന്റ് ചെയ്തൊരു പിക്ചർ ഉണ്ട് അല്ലെ നമ്മുടെ മനസ്സിൽ. എന്താണ് എന്തിരൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് അല്ലെ, സോ സിമിലർ ടു അസ് ഹ്യൂമൻസ്. ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വന്നിട്ട് എന്താണ് ദർ ഓൾ സ്റ്റാൻഡിങ് അഗേൻസ്റ്റ് ഹ്യൂമൻസ്. പക്ഷേ ദിസ് ഇസ് ഫാർ ഫ്രം റിയാലിറ്റി. ആക്ച്വലി സയൻസ് ഫിക്ഷൻ പെയിന്റ് ചെയ്ത പിക്ചർ അല്ല ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ കയ്യിലുള്ളത്. Artificial intelligence is more of a digital companion. There are digital companions. It is not humans against AI. It is humans with AI. Okay, we're standing together. അപ്പം ഒരു കൊളാബറേഷൻ ആണ്, അല്ലാതെ ഒരു കോമ്പറ്റീഷൻ അല്ല. ഓക്കെ, ഈ AI-ക്ക് നമ്മുടെ കൂടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആസ് ആർ കമ്പാനിയൻസ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇന്നത്തെ AI ടൂൾസ്. അതിനെക്കുറിച്ച് വിൽ സീ ഇൻ ദ ഫോളോയിങ് സ്ലൈഡ്സ്. ഓക്കെ, കുറച്ച് നാൾ മുന്നേ വരെ ആൾക്കാർ വിചാരിച്ചിരുന്നത് മെഷീൻസ് കെൻ നെവർ ബി എംപത്തറ്റിക് അല്ലെ, എംപത്തി അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം മെഷീൻസിനെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ വി കൻ സീ ദറ്റ് ഇപ്പോൾ ഉള്ള ചാറ്റ് ബോട്ട്സ്, അതായത് ChatGPT, Gemini ഉണ്ട് ഗൂഗിളിന്റെ, Meta AI, all of these are called large language models or LLMs. Okay, when we have conversations with these LLMs, okay, when we have conversations with these tools, what we see that is അവർ ഭയങ്കര എംപത്തറ്റിക് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ നല്ല സപ്പോർട്ടീവ് ആൻസേഴ്സ് നമുക്ക് തരും. പീപ്പിൾ ആർ ഹാവിംഗ് വെരി മീനിങ്ഫുൾ കോൺവെർസേഷൻസ് വിത്ത് AI these days. Even like their emotional sides, insecurities, stories about their childhood, stress from work, ellam AI odu paranje AI just listens like a good friend. Our support, our empathy, it can show through its words. That is a great thing that AI has been able to accomplish. It's still learning this empathy, but still it's a long way. Kore adu adinu padikkan kazhinjittunde. And another thing was creativity. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് മനുഷ്യർക്ക് മാത്രമേ ഒരു ഈ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് കുറച്ച് നാൾ മുന്നേ വരെ വാട്ട് AI could do was ഒരു പടം കൊടുത്താൽ ആ പടത്തിൽ ഉള്ളത് എന്താണെന്ന് അതിന് പറയാൻ പറ്റും. ആ പടത്തിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തരാൻ പറ്റും. പക്ഷെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ച് ഒരു പടം ഉണ്ടാക്കുക, അതൊക്കെ നിയർലി ഇമ്പോസിബിൾ ആയിട്ടാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് we have so many tools. We have so many excellent tools that can generate images, beautiful artworks. അല്ലെ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം, റെഫറൻസ് ഇമേജസ് കൊടുക്കാം. അല്ലെ, there are tools like DALL-E by OpenAI. OpenAI ആണ് ChatGPT ഓൺ ചെയ്യുന്ന, ChatGPTയുടെ parent company. അവരുടെ തന്നെ DALL-E എന്ന് പറയുന്ന ഒരു ഇമേജ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. Then there is Adobe Firefly. All of these are great art and image generation tools. നമുക്ക് പല സ്റ്റൈൽസ്, റെഫറൻസ് എല്ലാം കൊടുക്കാം. And also there are music generation tools. Music tracks okay for musicians and artists. Avarku music tracks okay generate cheyna apps AI tools okay available like. And then AI makes very good stories, nalla storytelling, and then poems, song lyrics, idellam AI ke generate cheyan pattunnundu. And there are other technical aspects of what AI can do as well, right? Even like till recently ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു വെബ്സൈറ്റിന്റെ ഓക്കെ ഫ്രം സ്ക്രാച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു നോ കുറച്ച് കോഡിങ്, യു ഹാവ് ടു നോ സം HTML, മേ ബി JavaScript, ഇങ്ങനത്തെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ അറിയണമായിരുന്നു. പക്ഷേ നൗ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് LLMs, വിത്ത് അവർ ചാറ്റ് ബോട്ട്സ്, വി കൻ ജനറേറ്റ് ദ കോഡ്. അതായത് ഇപ്പം ഒരു സ്മോൾ ബിസിനസ് ഓണറിന്, മേ ബി ഒരു ടീ സ്റ്റോൾ ഉള്ള ഒരാൾക്ക് ഒരു വെബ്സൈറ്റ് തുടങ്ങണം. ഒരു വെബ്സൈറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ വി കൻ ജസ്റ്റ് ആസ്ക് ഫോർ എ കോഡ് ആൻഡ് ദെൻ ChatGPT വിൽ ഗിവ് യു എ ടെംപ്ലേറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ കോഡും അത്യാവശ്യം ആക്യുറേറ്റ്ലി അതിന് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരാൻ പറ്റും. ആൻഡ് ദെൻ വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് അവർ ഓൺ വെബ്സൈറ്റ്. സോ a lot of these technical things are becoming more accessible to people with the help of ChatGPT. ഇനി റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ there is a preliminary step. Researchina will find a topic എന്നിട്ട് there's something called a literature survey. ഈ ലിറ്ററേച്ചർ സർവേ എടുക്കുന്ന സമയത്ത് വിൽ സ്റ്റഡി അബൌട്ട് ആ ടോപ്പിക്കിൽ നടന്ന എല്ലാ പ്രീവിയസ് റിസർച്ചസും. ഇറ്റ് കൻ
take quite a lot of time. അല്ല ഇതുവരെയുള്ള എല്ലാ റീസേർച്ചസും നമ്മൾ ആദ്യം പഠിക്കണം ഒരു പുതിയ റീസെർച്ച് ചെയ്യുന്നതിന് മുന്നേ ടു അവോയ്ഡ് എനി എന്താ റിഡൻഡൻസി. പിന്നെയും ഒരു വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിന് ചില എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ചില പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം we will learn about all the already accomplished works in that field. അപ്പം അത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് അല്ലേ. ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ഓഫ് ദീസ് AI ടൂൾസ് ഈ ലിറ്ററേച്ചർ സർവേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എളുപ്പം അതൊരു സമ്മറി ജനറേറ്റ് ചെയ്യും ആ ഒരു ഏരിയയിലെ റിസർച്ചിനെ പറ്റി. അതെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയി. ആൻഡ് ഓൾസോ ഈ നമുക്കറിയാം ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ എത്ര വർഷം എടുക്കും? നോർമലി ടേക്സ് അറൌണ്ട് 8, 9, sometimes 10 or 15 years to develop a vaccine. But what happened during the COVID time? Uru vaccine came out in about 1.5 years, right? About 1.5 years after the coronavirus came. Our samayatha, AI had a major role in that. Okay. Literature survey, adupole pudiya molecules in the structure okay predict cheyuna karyathilokke AI did help a lot. So AI the possibilities are very much endless. And another interesting thing is that പഠിക്കാൻ AI നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. Okay, it can act as a teacher. It can help us a lot in explaining concepts. നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. Okay, and right, let me open up ChatGPT. ഞാൻ ChatGPT നെ കുറിച്ച് കുറെ നേരമായിട്ട് പറയുന്നല്ലോ. Let's see what ChatGPT has to say for himself. Let me just try opening it. Yeah. Sure, take your time. If you have any questions or need help with anything, just let me know. Wait, and internet is very slow ആണ് അതുകൊണ്ട് ChatGPT load ആവുന്നില്ല. Okay, right. Load ആയിട്ടുണ്ട്. Let's ask. Hi ChatGPT, how are you feeling today? Hi, I don't have feelings, but I'm here and ready to help. How's your day going? My day is going great. Right now, I am talking about AI to a bunch of people here on a Zoom meeting. What do you have to say about AI? Just can you give a brief introduction about yourself? Of course. I'm an AI developed by OpenAI, designed to assist with a wide range of topics. I can help answer questions, provide explanations, and engage in conversations on various subjects. If you're talking about AI, you might mention that it involves creating systems that can perform. So ChatGPT is able to talk to us. It's able to talk in very interesting ways. Okay. Ini, I was talking about how it can help us in study. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ChatGPT ചോദിച്ചു നോക്കാം. ChatGPT, can you explain what is Newton's third law of motion? Sure. Newton's third law of motion states that for every action, there is an equal and opposite reaction. This means that if you push or pull on something, it pushes or pulls back with the same force in the opposite direction. For example, if you push against a wall. See, ipo thannoru explanation ellarum ketto. It was a basic definition, alle. For every action, there is an equal and opposite reaction. Okay, enikku idu ishtappettilla. Okay, enikku ingane oru explanation ishtappettilla. So what do I do? എനിക്ക് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ I don't want to see like ഇതിലും ഭേദം ഗൂഗിൾ ചെയ്യുന്നല്ലായിരുന്നു. Google would have given me the same definition. Okay. അപ്പം I did not like it. പക്ഷെ എനിക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ I had this teacher in school, okay, my physics teacher. ആ ഫിസിക്സ് ടീച്ചർ എപ്പോഴും സാർ ഇങ്ങനെ എല്ലാ കോൺസെപ്റ്റിനെയും പറ്റി ഭയങ്കര കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയും, കുറെ കഥകൾ പറയും അല്ലെ, അല്ലെങ്കിൽ കുറെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കും. സോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഞാൻ ChatGPT അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാൻ പോവാണ്. GPT, now can you act as a fun teacher who connects physics concepts with everyday real life applications? I want you to explain Newton's third law of motion with the help of real life incidents. Okay, my net is slow. അതുകൊണ്ട് ഇത് സെൻഡ് ആകുന്നില്ല. റൈറ്റ്, സൂം മീറ്റിംഗിലും ഇതിലും ഒരേ സമയത്ത് ഇരിക്കുന്നുണ്ടാണ്.
but let's try once again. Yeah. ChatGPT, can you act as a teacher, a very fun teacher who uses everyday examples to explain concepts in physics? And can you now explain Newton's third law of motion using daily life examples? Absolutely, I'd be happy to. Let's think about Newton's third law with some everyday examples. Imagine you're jumping off a diving board. When you push down on the board pushes you up into the air. That's the equal and opposite reaction at work. Or think about when you're walking. As you push your foot back against the ground pushes your foot forward, helping you move. Another example is when you're on a skateboard. If you push off the ground with one foot, this See, ഇപ്പൊ ഇത് തന്ന റെസ്പോൺസ് എങ്ങനെയാ? ഇപ്പൊ തന്നത് കുറെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് സെഡ് വാസ് നമ്മൾ നടക്കുന്ന സമയത്ത് വാട്ട് വി ഡു ഇസ് വി ആർ പുഷിംഗ് ദ ഗ്രൗണ്ട് ബാക്ക്. നമ്മൾ ഗ്രൗണ്ടിനെ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് നമ്മളെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യും. അതാണ് നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. അതുപോലെ സ്കേറ്റ് ബോർഡിൽ കയറുന്ന സമയത്ത് again we are pushing the ground back and the ground will pull the skateboard. And also ഒരു ബോട്ടിന്ന് നമുക്ക് കരയിലേക്ക് ചാടണമെങ്കിൽ we'll again push the boat back. അപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ചാടാൻ പറ്റുക അല്ലെ? അപ്പം ഇങ്ങനത്തെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് തന്നു. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം ചോദിച്ചതും രണ്ടാമത് ചോദിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ആദ്യം I gave a very simple statement അല്ലെ? ഭയങ്കര ഒരു ഷോർട്ടൻഡ് കാര്യമാണ് ഞാൻ ChatGPT-യോട് ചോദിച്ചത്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അങ്ങനെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോൾ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് വെരി വെൽ അല്ലെ? ആ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അതൊരു ബേസിക് ഡെഫിനിഷൻ തന്നു. എനിക്ക് വേണ്ടത് അതല്ലായിരുന്നു. ഐ വാണ്ടഡ് എ മോർ എൻഗേജിങ് ഫൺ വേ ടു ലേൺ അല്ലെ? സോ ദ തിങ് ഇസ് ഗൂഗിൾ സെർച്ച് ഒക്കെ വർക്ക് ചെയ്യുന്നത് എത്രത്തോളം ഷോർട്ട് ആണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അത്രയും ബെറ്റർ ആയിട്ട് അത് നമുക്ക് ഔട്ട്പുട്ട്സ് കാണിച്ചു തരും. കാരണം അത് കീവേഡ് ബേസ് ചെയ്തിട്ടാണ്, കീവേഡ് വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ട്. പക്ഷേ when we're talking to AI tools, AI models like ChatGPT, what they're looking for is very detailed explanations on what we want. Okay, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മാക്സിമം ലെങ്തി ആയിട്ട് പറഞ്ഞു കൊടുക്കണം നമുക്ക് എന്താ വേണ്ടതെന്ന്. ആൻഡ് that process is what we call prompt engineering അല്ലെ? ഒരു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ChatGPT-ക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് ആണ്, റൈറ്റ്? അതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോംപ്റ്റിനെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ദിസ് ഇസ് ഓൾസോ വെരി ഫാൻസി ടേം ദാറ്റ്സ് ബീൻ സീൻ എവ്രിവെയർ. ആൻഡ് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വി ആർ ലൈക്ക് ആസ്കിങ് ഇറ്റ് ടു അസ്യൂം എ പർട്ടിക്കുലർ പേഴ്സണാലിറ്റി. ഓക്കെ, ആ ഒരു എന്റെ ലൈക്ക് ഓൾഡ് ഫിസിക്സ് ടീച്ചറിന്റെ ഒരു പേഴ്സണാലിറ്റി അസ്യൂം ചെയ്യുക, ഹു എക്സ്പ്ലെയിൻസ് എവറിഥിങ്, ആൻഡ് ആ പേഴ്സണാലിറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇറ്റ് വിൽ യൂസ് മേ ബി ഹ്യൂമർ സെൻസ്. ഇത് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അത്ര ഡിസ്ക്രിപ്റ്റീവ് പ്രോംപ്റ്റ് അല്ല കൊടുത്തത്. ഓക്കെ, but we could have made the prompt even more descriptive. We could have asked oru humorous personality venam. You could have real life applications and ellam oru fun reediyil explain cheyna oru teacher ne venam nu parnal ChatGPT will now act as that particular personality. Another trick is that oru karyam namukku explain cheythu thannu while we are studying. Namukku oru topic explain cheythu thannu, but we did not understand it. അപ്പൊ നമുക്ക് പറയാം lower the understanding to that of a 10-year-old or a 12-year-old, even a 5-year-old. Okay, നമുക്ക് ഇങ്ങനെ പറയാം, explain super capacitors as something that can be understood by a 5-year-old. അപ്പം അത്ര എളുപ്പത്തിൽ അത്ര സിമ്പിൾ എക്സ്പ്ലനേഷൻസും സിമ്പിൾ കമ്പാരിസൺസ് ഒക്കെ വെച്ച് ChatGPT നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിസൈനിങ് ലൈക്ക് the correct inputs അല്ലെ? നല്ലൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുവാണ്, സോ ദാറ്റ് ആ ലാർജ് ലാംഗ്വേജ് മോഡൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് തരാൻ പറ്റും. കാരണം ഇവരുടെ കയ്യിൽ ലോട്ട്സ് ഓഫ് ഡേറ്റ അബൌട്ട് എവറിഥിങ് അണ്ടർ ദ സ്കൈ, റൈറ്റ്? എല്ലാത്തിനെ പറ്റിയുള്ള ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. ഇന്റർനെറ്റിൽ നിന്നുള്ള എല്ലാ ഡേറ്റയും അവരുടെ കയ്യിലുണ്ട്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇതിന്റെ ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറയാ, ഇപ്പം ഒരു മനുഷ്യൻ അയാളുടെ ഫുൾ ലൈഫ് ടൈം 24/7 ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ്ലി വായിക്കുവാന്ന് വിചാരിച്ചു.
കണ്ടിന്യൂസ്ലി ഒരു ലൈഫ് ടൈം ഫുള്ള് 24/7 വായിക്കുവാണെങ്കിൽ that person will be able to read 8 billion words. Okay, 8 billion words. And then it is 8 followed by 9 zeros. This is such a big number. Itrem words ആണ് ഒരാൾക്ക് ഒരു ലൈഫ് ടൈമിൽ വായിക്കാൻ പറ്റുന്നത്. But an AI model in a month of training, ഒരു മാസം കൊണ്ട് അത് വായിക്കുന്നത് 8 trillion words ആണ്. അതായത് 8 billion multiplied by 1000. So it is 8 followed by 12 zeros. ഇത്രയും വേർഡ്സ് അത് വിത്തിൻ എ മന്ത് ഓഫ് ട്രെയിനിങ് അത് വായിച്ചെടുക്കും, റൈറ്റ്? സോ ഇതിന്റെ കയ്യിൽ ഒത്തിരി ഡേറ്റ ഉണ്ട്. ആൻഡ് അവർ ജോബ് ഇസ് ടു, വൈൽ യൂസിങ് ദീസ് LLMs, while using these chatbots, our job is to give the right prompts to get the desired outputs. നമുക്ക് വേണ്ട കാര്യം എക്സാക്ട്ലി കിട്ടണമെങ്കിൽ we will have to make the prompt very much, descriptive. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് correct ആയിട്ട് പറയണം. And we can use ChatGPT for a lot of different things, I use ChatGPT for everything. ഇപ്പം ഇതിന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ you can see I've used it for coding, passing pointers in C language, pointer increment differences. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. And then I've built a website using ChatGPT. I've built my machine learning blog using this ChatGPT. Then exercise after a hairline fracture. I had a small fracture on my leg, so I've asked how to heal from that. Then basic electronic components, positive affirmations, daily positive affirmations. Then studying solid state devices. I've asked a lot of random different things to ChatGPT. Like you can use it every day. Let's say you're someone who cooks for your family. Okay. അപ്പം വീട്ടിലുള്ള സാധനങ്ങളുടെ എല്ലാം ഒരു ഫോട്ടോ എടുത്തിട്ട് there's another tool by Google called Gemini. Okay, ChatGPT പോലെയുള്ളതാ. അതിൽ we can upload our photos. Okay. അപ്പം വീട്ടിലുള്ള നമ്മുടെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളുടെ എല്ലാം ഒരു ഫോട്ടോ എടുക്കുന്നു. And we will upload it to it. And നമ്മൾ പറയാ ഇതെല്ലാം വെച്ചിട്ട് I need a recipe. I need a nutritious recipe with all of these items. അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു റെസിപ്പി അത് തരും. അതുപോലെ പല ഡിഫറെന്റ് കാര്യങ്ങൾക്ക് we can use ChatGPT. As we saw, it can act as a fun teacher who explains concepts. അല്ലേ? And it can act as a comforting friend. നമുക്കൊരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ we just want to talk about our life. അങ്ങനെയാണെങ്കിൽ it can act as a very comforting and supportive friend. It can act as a career guidance expert. ഇപ്പം we are jumping into a new career field. നമുക്ക് അറിയില്ല അവിടെ എന്തൊക്കെ എക്സ്പീരിയൻസസ് ആ വേണ്ടത്, എന്തൊക്കെ കോഴ്സസ് നമുക്ക് ചെയ്യാം, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുക്കാം, എന്തൊക്കെ ടൂൾസ് നമ്മൾ പഠിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ we can ask this ChatGPT or Gemini or our AI tools for advice. And നമ്മുടെ റെസ്യൂമെ കൊടുത്തിട്ട് we can ask it to adjust or modify it. അല്ലെ, എങ്ങനെ റീഫ്രേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ബെറ്റർ വേർഡിങ്സിൽ എഴുതാൻ പറ്റും എന്നൊക്കെ നമുക്ക് AI ടൂൾസിനോട് ചോദിക്കാൻ പറ്റും. We can even practice for job interviews. These are all the different things. Okay, the possibilities are again endless. Like നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്തിനൊക്കെ യൂസ് ചെയ്യണം AI എന്നുള്ളത്, അല്ലെ? സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ LLMs, large language modelsന്റെ കുറച്ച് കേപ്പബിലിറ്റീസ്, അല്ലെ? Ini, with some more development in this field, okay, we will be able to create personalized education, okay, and these bots will be able to give us medical advice. അല്ലെ, ഇപ്പൊ ഒരു ചെറിയ കാര്യത്തിനൊക്കെ we want accurate medical information. Now ഈ AI models തരുന്ന എല്ലാ ഇൻഫർമേഷനും 100% accurate അല്ല, because when we use ChatGPT or Gemini or Meta AI, they'll tell that all of these information, all of these facts are to be verified എന്ന് പറയും. Actually, that is because of something called a term called hallucination. Okay, ഈ AI-ക്ക് correct information നമുക്ക് തരുകയും വേണം, but at the same time it has this power of creativity. അല്ലെ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ബെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ ഉണ്ട്. സോ ആ പവർ ലൈക് ഫാക്ച്വൽ ഇൻഫർമേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ആക്ച്വൽ ആയിട്ടുള്ള ഫാക്ട്സിനെ അത് മോഡിഫൈ ചെയ്യും. ആക്ച്വൽ ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കത്തില്ല നമുക്ക് വരുന്നത്. ദാറ്റ് ഇസ് ദ തിങ് കോൾഡ് ഹാലൂസിനേഷൻ. സോ ഹാലൂസിനേഷൻ ഇസ് ആക്ച്വലി ഹെൽപ്ഫുൾ ഇൻ AI ടൂൾസ് ഇൻ ക്രിയേറ്റീവ് ടേംസ്, അല്ലെ? ഇപ്പൊ നമ്മളൊരു പോയം എഴുതാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതാൻ പറയുന്നു, അപ്പം ദിസ് ഹാലൂസിനേഷൻ ഇസ് വാട്ട് വർക്ക്സ് ആസ് ദ ക്രിയേറ്റിവിറ്റി. പക്ഷെ അതേ സാധനം നമ്മളൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്രോബ്ലം. സോ researchers are trying to find out ways to balance this. അല്ലെ, factual information
മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കാനായിട്ടുള്ള റീസെർച്ചസ് ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. ആൻഡ് ഇഫ് ദാറ്റ് ഇസ് സക്സസ്ഫുൾ, സൂൺ ഇനഫ് വി വിൽ ഹാവ് very reliable AI tools, which can give us medical advice and which can give us judicial help. Let's say we can't find a good lawyer. Okay. It will be able to give us information about law related information. And my absolute favorite is personalized education. Actually, everything in our phones, okay, everything on the internet is personalized for us. ഇപ്പം സിമിലർ ഫ്രണ്ട് ഗ്രൂപ്പ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും ഈവൻ സെയിം ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എത്രയൊക്കെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും when we open up our phones we will see that we are having very different feeds. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം താഴെ വരുന്ന ന്യൂസുകൾ വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വീഡിയോസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. There could be a few common elements, few common news, അല്ലെങ്കിൽ few common post ഉണ്ടാകാം. പക്ഷെ എന്നാലും when we look at it, like our whole feed, നമുക്ക് കിട്ടുന്ന ഒരു set of recommendations will be different for every person. അതെന്തുകൊണ്ടാ? Because all of us are a very completely different individuals. We have very different interests. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പലതായിരിക്കും, ആ സെറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലതായിരിക്കും. അതുകൊണ്ടാണ് വി ആർ ഓൾ വെരി ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നമുക്ക്. നമ്മൾ എല്ലാവരും ഒരുപോലെ അല്ല. ആൻഡ് ദിസ് സോഷ്യൽ മീഡിയ ആപ്സ് ആൻഡ് എവറിബഡി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരേ കോണ്ടന്റ് തരാതെ, പണ്ടത്തെ കേബിൾ ടി വി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എവ്രി വൺ ഹാഡ് ടു വാച്ച് ദ സെയിം തിങ്. ചാനൽസ് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ എന്നാലും ഒരു set of limited സാധനങ്ങളെ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. But then with the social media apps now, we can literally watch things that are aligned to our interest. Okay, അത് ഈ ഒരു personalization വഴിയാണ് നടക്കുന്നത്. But when we look at education, what we see is that lakhs of students are studying the same textbook, isn't it? And even ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ടീച്ചേഴ്സ് ടീച്ച് ഇൻ ദ സെയിം വേ, ഒരേപോലെയാണ് പഠിപ്പിക്കുക. ബട്ട് ഈവൻ ദെൻ ദ ടീച്ചേഴ്സ് ഇൻ ദ ക്ലാസ് ദർ ടീച്ചിങ് ഇൻ ദ സെയിം വേ. ഫോർ ക്ലാസ്സിലുള്ള 50-60 പിള്ളേരുടെ അടുത്ത് ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. ദർ ഈസ് നോ പേഴ്സണലൈസേഷൻ അറ്റ് ഓൾ എഡ്യൂക്കേഷന്റെ ഫീൽഡിൽ മാത്രം. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് എഡ്യൂക്കേഷൻ ഫീൽഡിലും ഈ പേഴ്സണലൈസേഷൻ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. Because entertainmental personalization ഉണ്ട് and educational ആ ഒരു personalization ഇല്ല. അപ്പം people will be more inclined to go into that entertainment side. പക്ഷെ education is so much powerful, education is so much required for all of us. അപ്പം it is high time that this personalization comes into our education. And how will this look like? Personalization in education എന്ന് പറഞ്ഞാൽ അതെന്താണ്, എങ്ങനെയൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം? ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ലെറ്റ്സ് സേ ഒരാൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഒരു സ്റ്റുഡന്റിന് പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഈ എന്തെങ്കിലും ഓർത്ത് വെക്കാനുള്ള ലോങ് ഫോർമുലാസ് ഒക്കെ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് ആ പാട്ടായിട്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ വിൽ ദാറ്റ് ചൈൽഡ് എവർ ഫൊർഗെറ്റ് ഓൾ ഓഫ് ദോസ് ഫോർമുലാസ്? നോട്ട് അറ്റ് ഓൾ. ആ പാട്ട് എന്ന് പറയുമ്പോൾ we are just repeatedly listening to those lyrics with rhythm, with music, with vocals, everything. അപ്പൊ അത് അങ്ങനെ കേൾക്കുമ്പോൾ we will not ever forget that topic or theorem or formula, whatever it is. അതുപോലെ if someone has a very good photographic memory, കാര്യങ്ങളെല്ലാം we can teach it to them using photographs or videos generated with AI. Okay, particular personalized to their interest. Okay, അപ്പം ആൻഡ് ദെൻ ഓരോരുത്തരുടെ പഠിക്കുന്ന ലെവലും പലതായിരിക്കും. ചിലവർക്ക് ചില കോൺസെപ്റ്റ്സ് പെട്ടെന്ന് മനസ്സിലാവും, ചിലവർക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിനനുസരിച്ച് യു ക്യാൻ ചേഞ്ച് ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ഓൾ ഓഫ് ദിസ്. AI കുറച്ചും കൂടെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഐ സീ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ with AI. Okay, even now നമുക്ക് ചെയ്യാൻ പറ്റും. Even with the existing technology we can do a lot. One thing that I like to do is, നമുക്കിപ്പോ ഒരു കോംപ്ലിക്കേറ്റഡ് ടെക്സ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല. സോ ഇപ്പം കുട്ടികൾ ആരെങ്കിലും സ്റ്റുഡൻസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ this can be a great tip for you guys. Okay,
ഇപ്പൊ നമുക്ക് പഠിക്കാൻ ഒട്ടും തോന്നില്ല, വി ഫീലിംഗ് വെരി ഡിസ്ട്രാക്റ്റഡ്, അൺമോട്ടിവേറ്റഡ്, whatever it is. നമ്മള് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത പോലെ ChatGPT എടുക്കുക, വിൽ ടെൽ ഇറ്റ് ഓക്കെ, I want you to act as a study buddy. I want you to act as a tutor, okay, who will help me with studying. I am going to study this particular subject, okay? And then you have to ask me follow-up questions from each paragraph എന്ന് പറയാം, okay? And explain the concepts that are difficult. Okay, അപ്പം നമ്മൾ ഒരു പാരഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഇത് ഓൺ ആക്കി വെച്ചിട്ട് വിൽ ജസ്റ്റ് റീഡ് അലോങ് വിത്ത് ഇറ്റ്, ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ലിസൺ ടു ദാറ്റ് പാരഗ്രാഫ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അറ്റൻറ്റീവ് ആയിട്ട് വായിക്കും. ഇനി നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചു നമുക്ക് മനസ്സിലായില്ല, അപ്പൊ നമ്മൾ പറയുക എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദ ലെവൽ ഓഫ് എ 5-year-old or a 10-year-old. അപ്പൊ നമുക്ക് ആ കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു തരും. പിന്നെ അങ്ങനെ ഓരോരോ സ്പെസിഫിക് ഡൗട്ട്സ് നമുക്ക് എത്ര വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും, which is a very great thing. I normally do it with ChatGPT. That's a great way to study. And in education, there are so much more applications for AI, and I hope we will be able to see some great learnings in the near future. And Google and IO Talks, our annual ഒരു സം അപ്പ് ഉണ്ട് അവരുടെ ഇന്നോവേഷൻസിനെ പറ്റിയും കമ്മിങ് ടെക്നോളജീസിനെ ഒക്കെ പറ്റിയുള്ള ഒരു ടോക്കാണ് ഗൂഗിൾ IO Talks. അതിൽ അവർ പറഞ്ഞു there's this new technology that is coming from Google. It's called Notebook LLM. In that we can upload our notes, our PDFs, all the PPTs. We can upload the PDFs of our textbooks. ഇതെല്ലാം കൊടുത്തിട്ട് we can ask it to summarize that. Interesting രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാൻ പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാം. Now I think ChatGPTയുടെ കുറച്ച് ഒരു ഫ്രീ വേർഷൻ ഉണ്ട് which we can access for a limited time. അതിൽ we can attach our files like PDF and then ask doubts from that. And then Gemini, it is much more free. We can attach one file at a time. But if this Notebook LLM comes, I think it is available for trial version. Research is still going on. But in that we can upload 3 or 4 or 5 or 6 PDFs and PPTs and all of these documents. In it, we can ask it to summarize a particular topic. Ella documents in. So those are all great applications of AI in the field of education, right? Yeah. So ഇത്രയും നേരം നമ്മള് കുറെ AI-യുടെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ബട്ട് ഈ ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ലേണിംഗും, ഓക്കെ, മെഷീൻ ലേണിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് AI-യുടെ ഒരു സബ്സെറ്റ് ആണ്. AI-യുടെ അടിയിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. AI എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്രോഡ് ആണ്. AI-യിൽ വരുന്നത് ഈ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇപ്പൊ ഞാൻ ChatGPT ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ഒരു വോയിസ് അല്ലേ അങ്ങോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്, അത് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, അത് എന്നിട്ട് മനസ്സിലാക്കി അല്ലെ, റൈറ്റ്? ഓൾ ഓഫ് ദോസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, നമ്മുടെ വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ, ഇതൊക്കെ ചെയ്യുന്നത് AI ആസ് എ ഹോൾ ആണ്. പക്ഷെ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയ സബ്സെറ്റ് ആണ്. AI-യുടെ അടിയിൽ വരുന്ന ഒരു കാര്യമാണ് മെഷീൻ ലേണിംഗ്. അത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ച് അത് പഠിച്ചെടുക്കും. അതായത് ഇപ്പൊ നമ്മൾ ഒരു യൂട്യൂബിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോസിന്റെ ഡേറ്റ വെച്ച് അത് നമുക്ക് പുതിയ വീഡിയോസ് എങ്ങനെ റെക്കമെൻഡ് ചെയ്യണമെന്ന് അത് പഠിക്കും. ദാറ്റ് ഈസ് മെഷീൻ ലേണിംഗ്. ഓക്കെ, ഈ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് നമ്മളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം, എന്നാലേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ മെഷീൻ ലേണിംഗ് നമ്മൾ കുറച്ച് ഡേറ്റ കൊടുത്തിട്ട് അത് തനിയെ ട്രെയിൻ ചെയ്തെടുക്കും. ഓക്കെ, മെഷീൻ ലേണിംഗ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് AI. അപ്പം ഇതെങ്ങനെയാണ് ഇത് ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിംഗും തമ്മിലുള്ള ഒരു വ്യത്യാസം കുറച്ചും കൂടെ ക്ലിയർ ആക്കാനായിട്ട് ഐ വിൽ ടേക്ക് എൻ എക്സാമ്പിൾ. ഓക്കെ, ഹൗ ടു ക്രോസ് എ റോഡ്. എങ്ങനെയാണ് ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ടത്? ഇതിപ്പോ നമ്മളൊരു ചെറിയ കുട്ടിയോട്, ഇപ്പൊ ഒരു 7 വയസ്സ് 8 വയസ്സുള്ള ഒരു കുട്ടിയോട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ എന്താ പറയാ? ലെഫ്റ്റിലോട്ട് നോക്കണം, റൈറ്റിലോട്ട് നോക്കണം, വണ്ടി ഒന്നും വരുന്നില്ല നോക്കിയിട്ട് ക്രോസ് ചെയ്യുക അല്ലെ? പക്ഷെ ഇതേ സെയിം സാധനം നമ്മളൊരു കമ്പ്യൂട്ടറിനോട് പറഞ്ഞാല് അത് എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് നോക്കും, റൈറ്റിലോട്ട് നോക്കും, എന്നിട്ട് നേരെ ക്രോസ് ചെയ്യാൻ പറയാന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇത് നേരെ ക്രോസ് ചെയ്യും. വണ്ടി ലെഫ്റ്റിൽ നിന്നും വരുന്നുണ്ടാവും, റൈറ്റിൽ നിന്നും വരുന്നുണ്ടാവും. ഇത് നേരെ ചെന്ന് ഈ റോബോട്ട് നേരെ ചെന്ന് വണ്ടി ഇടിക്കും അല്ലെ? അപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. ഓക്കെ, നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കണം, റൈറ്റിലോട്ട് നോക്കണം,
ഇത്ര ഡിസ്റ്റൻസിനുള്ളിൽ അല്ലെ വണ്ടി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ 360 ഡിഗ്രി ഫുൾ ടൈം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് കണ്ടിന്യൂസ്ലി കാൽക്കുലേറ്റ് ചെയ്യുക ലൈക്ക് വണ്ടി ഒന്നും വരുന്നില്ല. അപ്പൊ there is a possible problem. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര പാടാണ് അല്ലെ. നമുക്ക് ഇത്രയും ബ്രേക്ക് ഡൗൺ ചെയ്താൽ പോരാ, നമ്മളിത് ഇനിയും സിംപ്ലിഫൈ ആക്കണം. വിൽ ഹാവ് ടു സേ ഇതിന്റെ റോബോട്ടിന്റെ ഉള്ളിലെ ഓരോ മോട്ടോഴ്സും എത്ര ഡിഗ്രി ടേൺ ചെയ്യണം, എത്ര പവർ കൊടുക്കണം, ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്. ഓക്കെ, നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയും. പക്ഷെ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, നമ്മളൊരു റോബോട്ടിന് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മളൊരു 1000 വീഡിയോ കൊടുക്കുന്നു. ആൾക്കാർ സക്സസ്ഫുൾ ആയും അൺസക്സസ്ഫുൾ ആയും റോഡ് ക്രോസ് ചെയ്യുന്ന 1000 വീഡിയോസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ആ ഡേറ്റയിൽ നിന്ന് ഇതിന് മനസ്സിലാകും, ഓക്കെ ഇങ്ങനെയൊക്കെ പോയാൽ റോഡ് സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ വണ്ടി വന്നിടിക്കും അല്ലെ. ഇങ്ങനെയുള്ള കാര്യം അതിന് ആ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അത് തന്നെ ഡിസൈഡ് ചെയ്യുന്നു, അത് തന്നെ ഒരു തിങ്കിങ് പാറ്റേൺ കൊണ്ടുവരുന്നു എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി. സോ ഈ മെഷീൻ ലേണിംഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈവൻ ദ പേഴ്സൺ ഹു ഈസ് ഡെവലപ്പിംഗ് ദാറ്റ്, അത് ചെയ്യുന്ന ആൾക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഈ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നടക്കുന്നത്. ഓക്കെ, ഇത് തന്നെ ഓരോ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്ത് അത് തന്നെ പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. ആദ്യം മെഷീൻ ലേണിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാക്ക് ഇൻ 1900s ആ സമയത്ത് വാട്ട് പീപ്പിൾ യൂസ് ടു തിങ്ക് വാസ് ദാറ്റ് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെയാണ് ഈ മെഷീൻ ലേണിംഗ് ഫങ്ഷൻ ചെയ്യേണ്ടതെന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ബ്രെയിനിലെ ന്യൂറോൺസ് പോലെ നമ്മൾ മെഷീൻ ലേണിംഗിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ കുറെ അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണയില്ല. അപ്പൊ അത് വെച്ച് നമുക്ക് AI ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആഫ്റ്റർ എ പോയിന്റ് AI ഡെവലപ്പ് ചെയ്തത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. ലൈക്ക് നമ്മുടെ ബ്രെയിൻ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടല്ല, AI ഈസ് എ ഹോൾ ഡിഫറെന്റ് തിങ്. അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് പഠിച്ചെടുക്കുന്നു, അത് ചെയ്യുന്നു. ഓക്കെ, സോ AI ഒരു പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിന് പറയാൻ പറ്റും, ഓക്കെ ഈ കാര്യം ഇതാണ് ചെയ്യുന്നത്. ബട്ട് ആസ് എ ഹോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഈവൻ ഫോർ ദ പേഴ്സൺ ഹൂസ് ഡെവലപ്പിംഗ് ഇറ്റ്. സോ ഇത് ഡേറ്റ വെച്ചിട്ട് ഇതൊരു പ്രഡിക്ഷൻ ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ AI ഒരു ന്യൂ ടെക്നോളജി ആണ് അല്ലെ. സോ എല്ലാ പുതിയ ടെക്നോളജീസും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ, വി ഹാവ് ടു കൺസിഡർ ദി എത്തിക്കൽ ഫാക്ടേഴ്സ് അല്ലെ. ഇൻക്ലൂസിവിറ്റി, എല്ലാ കമ്മ്യൂണിറ്റീസ്, എല്ലാ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണോ ഈ ഒരു ഡെവലപ്മെന്റ് പോകുന്നത് എന്ന് നമ്മൾ നോക്കണം, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് AI. അതിന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, I'm asking you to think of an engineer. ഒരു എഞ്ചിനീയറിന്റെ പടം എല്ലാവരും ഒന്ന് മനസ്സിലാലോചിക്കണം. എല്ലാവരും ആലോചിച്ചോ? ഒരു എഞ്ചിനീയറിന്റെ പടം മനസ്സിൽ കൊണ്ടുവന്നോ? തിങ്ക് ഓഫ് എൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ, ഒരു എഞ്ചിനീയർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജസ് എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Any images that came into your mind? ഞാൻ പറയാം. Yes, sir. ഞാൻ പറയാം. An engineer of 70 years of experience. അതിന് ഈ എഞ്ചിനീയർ തലയിലെ ഒരു ഹെൽമെറ്റ് ഉണ്ടാവും, താടി ഉണ്ടാവും, പിന്നെ ഒരു പ്രത്യേക കോട്ടുണ്ട്, ഒരു ഒന്നിച്ച് തയ്ച്ചിട്ടുള്ള ഒരു കോട്ട്, ഷൂസ് ഉണ്ടാവും, അയാൾ വളരെ സൂക്ഷിച്ചായിരിക്കും നോക്കുന്നത്, എന്നിട്ട് കയ്യിലൊരു സ്പാനർ ഉണ്ടാവും. അതാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. ഓക്കെ, താങ്ക് യു സാർ. അപ്പം പോൾ സാറിന് തോന്നിയത് ഒരു തലയിലൊക്കെ തൊപ്പിയൊക്കെ വെച്ച് സ്പാനർ ഒക്കെ കൈ നിൽക്കുന്ന ഒരു എഞ്ചിനീയറിനെയാണ്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിന് നല്ലൊരു എക്സ്പേർട്ട് ആയിരിക്കും. ഉദാഹരണത്തിന് റോഡ് എഞ്ചിനീയർ ആണെങ്കിൽ റോഡിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതിന് കർവ് എങ്ങനെ വരണം, അതിന്റെ സ്ലോപ്പ് എങ്ങനെ വരണം, അതിന്റെ കൊടുക്കേണ്ട മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളായിരിക്കും ഒരു എഞ്ചിനീയർ. ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നല്ല അറിവുള്ള ഒരാളായിരിക്കണം. യെസ് സർ, താങ്ക് യു.
അപ്പം ലൈക്ക് ഒരു റോഡ് എഞ്ചിനീയർ അല്ലെ? ഒരു കാര്യം കൂടി, സോറി ടു ഇന്ററപ്റ്റ്. Yeah. എന്റെ ഫാദർ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ സോ ഐ നോ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എങ്ങനെയായിരിക്കണം എന്നുള്ള എന്റെ മനസ്സിലുള്ളത് ഒരു ധാരണ എനിക്ക് ഉള്ളിലുണ്ട് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയി, ഓക്കെ, ഒരു സിവിൽ റിലേറ്റഡ് പോലെ ഒരു എഞ്ചിനീയർ ആയി, നമുക്ക് തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ച എഞ്ചിനീയർ ഉണ്ട്. ഒരു റോഡ് എഞ്ചിനീയർ ഉണ്ട്. ഇങ്ങനെ നമുക്ക് പല ഇൻപുട്സ് കിട്ടി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മീറ്റിംഗിൽ ഇപ്പൊ എത്ര പേരുണ്ട്? We have around 80 people in this meeting. ചെറിയൊരു പ്രശ്നമുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഗോ അഹെഡ്. ആണോ? ഓക്കെ, ഇപ്പൊ ശരി. ഞാൻ ഒന്നും കൂടെ പറയാം. ജസ്റ്റ് ടെല്ലിങ്, നമുക്ക് എല്ലാവർക്കും എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓരോ പിക്ചേഴ്സ് വരുന്നുണ്ട് അല്ലെ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ പിക്ചേഴ്സ് ആയിരിക്കും ചിലപ്പം വരുന്നത് അല്ലെ? ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മുഖമായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു പ്രീ കൺസീവ്ഡ് ഒരു ഇമേജ് ആണ് നമ്മൾ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ആരെങ്കിലും ഒരു വിമൻ എഞ്ചിനീയറിനെ ആലോചിച്ചു? Right? Was anybody able to think of an engineer who's a woman? വയനാട്ടിലെ ബെയിലി ബ്രിഡ്ജ് വാസ് ബിൽഡ്. She was the chief engineer of a woman. ഞാൻ ഓർത്തു, എന്റെ മോളെ കുറിച്ച് ഓർത്തു. Yeah, same here. Even I thought of my daughter. I thought of my auntie who was an engineer in HAL. Okay, that's great. Okay. Right. That is great. That കുറച്ച് പേരെങ്കിലും you guys were able to think of some women engineers. നമുക്ക് women engineers അറിയാഞ്ഞിട്ടല്ല. But when we hear the term engineer, നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ആദ്യം എത്തുന്നത് ഒരു വിമൻ എഞ്ചിനീയറിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു പിക്ചർ ആകണമെന്നില്ല. ഓക്കെ, which is a very understandable thing അല്ലെ? Which is totally fine. പക്ഷേ ഇതിന്റെ പൊട്ടൻഷ്യൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ AI മോഡൽസ് നമ്മുടെ ഡേറ്റ ആണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ കുഡ് ബി ഓഫ് മെനി ഡിഫറെന്റ് ഫോംസ്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ ഉള്ള ഡേറ്റ ആണ്. അപ്പൊ ഈ ഡേറ്റ നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ തിങ്കിങ് പാറ്റേണിനെയും റിഫ്ലക്ട് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇങ്ങനെയുള്ള ചെറിയ ബയസ്. ഓക്കെ, ഇപ്പൊ നമ്മള് ലൈക്ക് 80 ആൾക്കാരുണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ. ലെറ്റ്സ് സേ 10 people thought about a women engineer. Okay, the rest of them thought of a male engineer. Okay, അപ്പൊ ആ ഒരു ഡേറ്റയിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ബയസ്, അത് നമ്മളൊരു മോഡൽ ട്രെയിൻ ചെയ്ത് കഴിയുമ്പം ദാറ്റ് ബയസ് വിൽ ബി ആംപ്ലിഫൈഡ്. ഈ ബയസ് ആംപ്ലിഫൈഡ് ആയ എന്ത് പറ്റും? നമ്മൾ പിന്നീട് ഈ AI മോഡലിന്റെ അടുത്ത് ഒരു വിമൻ എഞ്ചിനീയറിന്റെ ഫോട്ടോ കാണിച്ചാൽ ഇറ്റ് വിൽ ടെൽ us, okay, this is not an engineer. അല്ലെ? അത് പറയുന്നത് ശരിയാണോ? അല്ല, ഇറ്റ് ഈസ് റോങ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ഒരു ലൈക്ക് പ്രീ കൺസീവ്ഡ് കാര്യങ്ങളൊക്കെ ഈ AI അതങ്ങ് ആംപ്ലിഫൈ ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ ഗോ ഇൻ വെരി റോങ് ഡയറക്ഷൻസ്. ഓക്കെ, AI ഇതൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഇതിന് വൈഡർ ഇംപ്ലിക്കേഷൻസ്, വൈഡർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും തിങ്ക് ചെയ്യുന്നത് ഒരേപോലെ അല്ല. പക്ഷെ ലൈക്ക് ചില പാറ്റേൺസ് അതിന് ലൈക്ക് AIക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ചില റോങ് കാര്യങ്ങൾ AI പഠിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to train these AI models ethically. ഈ ഇടയ്ക്ക് ഒരു വെരി ഫണി തിങ് ഹാപ്പൻഡ് വിത്ത് ഗൂഗിൾസ് AI, Gemini. ഓക്കെ, ജെമിനൈയോട് ആൾക്കാർ പറഞ്ഞു US-ന്റെ ഫൗണ്ടിങ് ഫാദേഴ്സിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ. അപ്പൊ എന്ത് പറ്റി? Gemini generated them as people with black ethnicities. Okay, founding fathers are all white men, right? But then
ഈ ജെമിനായി ടൂള് ജനറേറ്റ് ചെയ്ത ഇമേജ് വാസ് ദാറ്റ് ഓഫ് ബ്ലാക്ക് മെൻ. അവിടെ എന്താ പറ്റിയത്? അവർ ഈ ഒരു ബയസ്, ഈ ഒരു ആൾക്കാരുടെ തിങ്കിങ് പാറ്റേൺ അല്ലെങ്കിൽ ഡേറ്റയിൽ ഉണ്ടാവുന്ന ഈ ബയസ് മാറ്റാൻ വേണ്ടി അവരൊരു എക്സ്ട്രാ സംഭവം ചെയ്തു അവരുടെ മോഡലിൽ. അപ്പൊ എന്ത് പറ്റി? ആ ഒരു ബയസിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യം, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ആൻ ഈവൻ ബിഗർ പ്രോബ്ലം. ഓക്കെ, സോ ഇപ്പോഴും റീസേർച്ചസ് ആർ ഗോയിങ് ഓൺ ഹൗ ടു ഹാൻഡിൽ ദിസ് ബയസ് വിത്തിൻ ദ ഡേറ്റ. ഈ ബയസ് കൊണ്ട് വി ഹാവ് an even bigger problem. Okay, the thing is that നമ്മൾ social media apps തുറന്നാൽ we will see that there's a lot of negativity and hate inducing posts everywhere. Okay, the kind of post that goes viral are the ones that has some little bit of controversy in them. ഇത് എന്തുകൊണ്ടാ? Because all of these posts ഇതിന്റെ അകത്ത് if you spend a lot of time on them, അതായത് ഈ ഒരു hate inducing post ഉണ്ടെങ്കിൽ we will tend to spend more time with it. നമ്മൾ ചിലപ്പോൾ അത് 2-3 പ്രാവശ്യം കാണും, കമന്റ്സ് ചെക്ക് ചെയ്യും, ചിലപ്പോൾ ഒരു കമന്റ് ഇടും, അല്ലെ? അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതിന്റെ പുറകിലുള്ള AI, ഈ ആപ്പിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന AI വിചാരിക്കും നമുക്കിത് ഇഷ്ടപ്പെട്ടു, ഈ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ അതുപോലത്തെ കോണ്ടന്റ്സ് കാണിക്കും, അതുപോലത്തെ വീഡിയോസ് പോസ്റ്റ് ഒക്കെ കാണിക്കും. അപ്പം ഓൺ എ ലാർജർ സ്കെയിൽ വെൻ വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്, നമ്മുടെ സൊസൈറ്റി ഫുൾ വി ആർ കൺസ്യൂമിങ് എ ലോട്ട് ഓഫ് നെഗറ്റീവ് കണ്ടന്റ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, ഇതെല്ലാം ഇപ്പം കൂടുതലായിട്ട് സംഭവിക്കാനുള്ള ഒരു മേജർ കാര്യം എന്ന് പറയുന്നത് a lot of AI applications, AI പ്രോജക്ട്സ് കൂടുതലും നടക്കുന്നത് എന്തിനാ? ഈ ബിഗ് കമ്പനീസിന്റെ പ്രോഫിറ്റിന് വേണ്ടിയാണ്. അതായത് അവർ നമുക്ക് കറക്റ്റ് ടാർഗറ്റഡ് ആഡ്സ് തരണം, അല്ലെ? അല്ലെങ്കിൽ കറക്റ്റ് ഷോസും വീഡിയോസും ഒക്കെ റെക്കമെൻഡ് ചെയ്ത് കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടണം. അതിനുവേണ്ടിയാണ് AI ഇപ്പം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ബട്ട് ഹൗ കെൻ വി സോൾവ് ദാറ്റ്? ആസ് എ സൊസൈറ്റി ഇപ്പൊ കുറെ കൂടി ആൾക്കാർ AI പഠിക്കുവാണെങ്കിൽ നമുക്ക് AI കുറെ കൂടെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഫീൽഡ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെ? ലെറ്റ്സ് സേ ഫാമേഴ്സ്. ഓക്കെ, ഫാമേഴ്സിന് ഏത് ക്രോപ്പാണ് നടേണ്ടത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം, അല്ലെ? അപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം, ഒരു ഏരിയയിലെ ക്ലൈമറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം, അതിന്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസും കൊടുക്കാം. അപ്പൊ അത് പറയും, ഓക്കെ, ഇതിന്റെ ഹാർവെസ്റ്റ് പീരീഡ് ആവുമ്പോഴത്തേക്കും ഇന്ന ക്രോപ്പ് ആയിരിക്കും നല്ല പ്രൈസ്, മാർക്കറ്റിൽ നല്ല പ്രൈസ് ഉണ്ടാവുക ഇന്ന ക്രോപ്പിനായിരിക്കും എന്ന് ഒരു AI മോഡലിന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഇങ്ങനത്തെ സോഷ്യലി റെലവെന്റ്, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ്, ആപ്ലിക്കേഷൻസ് AI ഉണ്ടാവണമെങ്കിൽ മോർ പീപ്പിൾ നീഡ് ടു സ്റ്റാർട്ട് യൂസിങ് ആൻഡ് ലേണിംഗ് AI ആൻഡ് അറ്റ്ലീസ്റ്റ് ബീങ് അവെയർ അബൌട്ട് AI. ദാറ്റ് ഇസ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലേ? അപ്പം കുറച്ച് നാൾ മുന്നേ വരെ we know that ഒരു let's talk about maybe 200 or 300 years back, I don't know. അപ്പം at that time പഠിക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ അറിയുന്നത് it was considered a privilege, അല്ലെ? എല്ലാരും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കുറച്ച് സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാര്, ചിലപ്പം പ്രീസ്റ്റ് ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ കുറച്ച് റോയൽ അല്ലെങ്കിൽ നോബൽ സ്റ്റാറ്റസ് ഉള്ളവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഈ വായിക്കലും എഴുതലും ഒക്കെ, അല്ലെ? ആ ഒരു ലിറ്ററസി. പക്ഷെ കാലം കടന്നു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എവ്രി വൺ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് റീഡ് ആൻഡ് റൈറ്റ്, എന്നാൽ മാത്രമേ ആ ലൈഫ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഒരു ബെറ്റർ വേൾഡിന് ആൾക്കാർ കുറച്ചും കൂടെ ഇൻഫോംഡ് ആയിരിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ലിറ്ററസി റേറ്റ് സ്റ്റാർട്ട് ടു എക്സ്പാൻഡ് ആൻഡ് ദ വേൾഡ് സ്റ്റാർട്ടഡ് ബിക്കമിങ് a better place, അല്ലെ? അതുപോലെയാണ് നൗ ഈ AI-യുടെ പ്രീസ്റ്റ് അല്ലെങ്കിൽ നോബൽ സ്റ്റാറ്റസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. Some people are working in tech companies, ചില AI researchers, only they know about AI. പക്ഷെ നമ്മൾ എല്ലാവരും once we get to know about AI and these technologies, AI-യുടെ ആപ്ലിക്കേഷൻസ് ഒത്തിരി സോഷ്യലി റെലവെന്റ് ആകാം. നമുക്ക് എല്ലാവർക്കും we can contribute to socially relevant AI. That is one very important thing. And just like that, എല്ലാ പുതിയ ടെക്നോളജി വരുമ്പോഴും ആൾക്കാർക്ക് ചെറിയൊരു പേടി കാണും, ചെറിയൊരു ഇൻഹിബിഷൻ കാണും പുതിയ ടെക്നോളജീസിനെ പറ്റി, അല്ലെ? കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആദ്യമായിട്ട് വന്നപ്പം പീപ്പിൾ തോട്ട് നമ്മുടെ ജോലി എല്ലാം പോകും, അല്ലെ? ദ സൊസൈറ്റി ഈസ് ഗോണ ബിക്കം സോ ബാഡ് വിത്ത് ഓൾ ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ ഗോണ ടേക്ക് ഓവർ ദ വേൾഡ്. ഒത്തിരി പേടി ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് എൻഡഡ് അപ്പ് ക്രിയേറ്റിംഗ് മെനി മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെ? ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തു. And also, now we can't imagine a life without our computers and mobile phones and internet. So, അതുപോലെയാണ് AI-യും എല്ലാ പുതിയ ടെക്നോളജീനെ കുറിച്ച് ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
we'll be able to advance much further. If we have that open mindset, നമുക്ക് AI നെ befriend ചെയ്യാൻ പറ്റും. AI is our friend, AI is our companion. We're going to learn this, okay? We're going to develop with AI, okay? It's more like a hand-in-hand thing, okay? So that is one very important thing. Ella technology name, if we have an open mind towards it, it's going to turn out for the betterment of everybody. So that is all about my short introduction to AI. Thank you all for listening. Okay, so much. before leaving the session, thank you, Nandita. Hello. Thank you so much for a wonderful session. Can you hear me? Yeah, Nandita, that is really great. Could you please share some AI tools? Mano, Nandita, Sam can you Lucas hear me? Yes, sir. Yes. Yeah, could you please share some day-to-day life useful ആയിട്ടുള്ള AI tools രണ്ട് മൂന്നെണ്ണം ഒന്ന് പറയാമോ? പറയാം. ചാറ്റ് GPT എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൂളാണ്. ആൻഡ് ദെൻ അതിന്റെ ലേറ്റസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയാനുള്ളത് ദ ലൈവ് ചാറ്റ് ഫീച്ചർ. നമുക്ക് ഇപ്പൊ ഞാൻ കാണിച്ചത് നമുക്ക് മൊബൈൽ ആപ്സിൽ ലൈവ് ചാറ്റ്സ് ചെയ്യാൻ പറ്റും. ഓൾസോ നമുക്ക് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. Those are the two recent features updates with ChatGPT. Pinne we have Gemini by Google. Gemini ke uttri very good enda paraya uttri types of inputs adina edukkan pattum. Also Gemini ki image generation cheyan pattum. And image generation thanne aayittu we have some AI tools like OpenAI DALL-E by OpenAI. And then we have Adobe Firefly. idokke AI art allengil AI image generation use cheyyunnana. And then coding specific, അല്ലെങ്കിൽ technical കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ there is something called Claude AI, CLAUDE, Claude AI. These are some of the tools. എൻ്റെ മനസ്സിൽ ആദ്യം വന്ന tools ഇതൊക്കെയാണ്. PPT generate ചെയ്യാനായിട്ട് പറ്റിയത് ഏതാണ്? PPT generate ചെയ്യാനായിട്ട് കുറച്ച് there are quite a few tools, okay? PPT ക്ക് generate ചെയ്യാനായിട്ട് Gamma is nice, no? Yeah, I think Gamma AI is there. So എല്ലാത്തിനും ഒത്തിരി ടൂൾസ് ഉണ്ട്. സോ ഇറ്റ്സ് ഹാർഡ് ടു ഫൈൻഡ് നമ്മൾ നല്ല ടൂൾസ് നമുക്ക് വർക്ക് ആവുന്നത് ചൂസ് ചെയ്തെടുക്കുക. there are so many tools out there. Yeah. Unlimited slides create ചെയ്യാൻ പറ്റുന്ന ഏത് AI ടൂളാണ് ഉള്ളത് എന്ന് പറയാമോ? സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പെട്ടെന്നൊന്നും റീകോൾ ആകുന്നില്ല. പക്ഷെ there are so many out there. I mean, I think നമ്മളിപ്പോ ChatGPT-യോട് തന്നെ ചോദിച്ചാൽ മതി. You asked that to AI. Yeah, we'll ask that to AI. But ChatGPT-യോട് ചോദിച്ചാൽ തന്നെ I think ChatGPT-ൽ നമ്മള് സ്ലൈഡ്സിന്റെ കോണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് Canva ഫ്രീ വേർഷനിൽ പോയിട്ട് അവിടെ ചിലപ്പം you will be able to make unlimited with certain limited animations. അല്ലെങ്കിൽ Gamma will not do more than 10 slides in the free plan. Yeah, that's true. ഇപ്പം കോണ്ടന്റ് തരാൻ ChatGPT is very good. നമുക്ക് സ്ലൈഡിന്റെ കോണ്ടന്റ് തരും. പക്ഷെ ഐ തിങ്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള 2-3 PPT generation tools അത് അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. Because it just gives a lot of cliche content. അത്ര നല്ല അലൈൻഡ് ആയിട്ടൊന്നും അല്ല ചിലതൊക്കെ വന്നത്. But then this is a very good tip. നമുക്ക് വേണ്ട പോലെ specific ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT will give that, and then we can paste it on whatever tool we use for PPT creation, like Canva or PPT, Google Slides, whatever. Yeah. Can I add something to that? Yeah, sure. അത് നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ട് ChatGPT പറഞ്ഞാൽ തന്നെ അവൻ ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്കൊരു ഡോക്യുമെന്റ് തരും. ആ ഡോക്യുമെന്റ് നമ്മൾ Office 365 അപ്ലോഡ് ചെയ്താൽ അത് നേരിട്ട് അത് PPT ആക്കി തരും. അതിനകത്ത് അവിടെ ലിമിറ്റേഷൻ ഒന്നും ഇല്ല. അപ്പൊ അതിനകത്ത് ഹലോ Copilot ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ല, ബാക്കിയുള്ളതൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം ബാക്കിയുള്ളതെല്ലാം പെയ്ഡ് സൈറ്റ് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ PPT അൺലിമിറ്റഡ് കിട്ടില്ല. അപ്പൊ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ഡാറ്റ ChatGPT-യുടെ ഒന്ന് ഉണ്ടാക്കിക്കുക, എന്നിട്ട് അതൊരു വെബ് ഫയൽ ആക്കിയിട്ട് ജസ്റ്റ് യു ഗീവ് ദാറ്റ് ടു മൈ Office 365 ഓൺലൈൻ Office 365 കൊടുത്താൽ നേരെ അത് എക്സ്പോർട്ട് ചെയ്ത് PPT ആക്കി കിട്ടും. Okay, that's an interesting information.
Yeah, actually, that also brings another idea. ChatGPT, our content, suppose we do slide by slide, and then we ask it to give it a VB script. Then the VB script, I think it will give us other copy paste PowerPoint in the other embed chelpam. That might also just automatically do it. I don't know. Yeah, those are all possibilities. I think AI will be the expert. AI will get a lot of information. Yeah. Anybody else wants to share anything? Let me share one experience. ഞാൻ ഇപ്പൊ നേരത്തെ സംസാരിച്ച അത്രയൊന്നും ഇതിനെപ്പറ്റി അറിയാമുള്ള, ഞാനൊരു പഴയ എഞ്ചിനീയറാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഉപയോഗിച്ച ടൂൾ ChatGPT ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ഇത്തിരി മോശമാണ്, ഒരു അങ്ങനെ ലിറ്ററേച്ചറിലൊക്കെ മോശമാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് രണ്ടുപേരും ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കവിത എഴുതി. ദാറ്റ് വാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ChatGPT. എൻ്റെ ഗാർഡനെ പറ്റിയാണ്. എൻ്റെ ഗാർഡൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അവിടെ ഇതുണ്ട്, ഗാർഡനിൽ ഇതുണ്ട്, രാവിലെ ലൈറ്റ് വരുന്നു, ആ ലൈറ്റിൽ വരുമ്പോഴത്തേക്ക് തിളങ്ങുന്നതൊക്കെ എൻ്റെ ലാംഗ്വേജിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഈ കണ്ടന്റ് വെച്ചുകൊണ്ട് ഐ വാണ്ട് എ ബ്യൂട്ടിഫുൾ പോയം എന്ന് പറഞ്ഞു. ChatGPT ഗേവ് എ പോയം. അതിന് ഞാനതൊന്ന് വായിച്ച് രണ്ടാമത് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി അത് എൻ്റെ അയച്ചു കൊടുത്തു. ഇത് ചേട്ടൻ തന്നെ എഴുതിയാണോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ChatGPT വഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ യൂസ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതെ സർ, AI അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഒത്തിരി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പോയംസ്, ഞാൻ സ്റ്റോറി ജനറേഷൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ കേൾക്കണമെങ്കിലൊക്കെ, കുട്ടികൾക്കൊക്കെ കേൾക്കണമെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ടൂൾ. അല്ല, ഇതിപ്പോ കവിത എഴുതുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനെല്ലാം അത് നമുക്കൊരു സ്റ്റൈൽ വേണം, ഷേക്സ്പിയറൻ സ്റ്റൈലിൽ വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈലിൽ ഒരു കവിത ഉണ്ടായിത്തരും. നമ്മുടെ കണ്ടന്റ് അതിനകത്ത് കൊടുക്കുക, എന്താണ് നമ്മളുടെ മനസ്സിൽ തട്ടിയ വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ട് അതിനെ എഴുതരും. ഒന്ന് രണ്ട് caveats, cautions ഒന്ന് പറഞ്ഞോട്ടെ നന്ദിത. Okay sir, continue and then I'll talk. Sorry, Kiran Bose sir. Nandita, one doubt here. Yes sir. Go ahead. ഇപ്പൊ നമുക്ക് actually I'm working for as a literary assistant to the governor of West Bengal, Dr. C.V. Andabose. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ ചില ബുക്സ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഈ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ChatGPT തന്നെയല്ലേ ഇപ്പൊ ഇന്റർനെറ്റിനെക്കാളും നല്ലത് അല്ലേ? അതെ അതെ, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതിലും നല്ലത് ലൈക് ChatGPT ആണ്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, ഐ തിങ്ക് ഒന്നും കൂടെ വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലതും ആയിരിക്കും അതൊരു കുറെ. പക്ഷെ ഞാൻ ഇന്നാള് ഫോർ എക്സാമ്പിൾ വി ആർ റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ ഓൺ സുന്ദർബൻസ്. അപ്പൊ അതില് നോക്കി, ഇപ്പൊ ChatGPT നോക്കി ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത്ര ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. ChatGPT കുറച്ചും കൂടെ കൺസൈസ് ആയിട്ട് എല്ലാം ലൈക്ക് നമുക്ക് കൊളാബ് ചെയ്ത് ലൈക്ക് എല്ലാം ബ്രീഫ് ആയിട്ട് അത് തരും. അതാണ് ദ ബെസ്റ്റ് പാർട്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോഴും ഈ മോഡൽസ് ഒന്നും കംപ്ലീറ്റ്ലി ഫാക്ച്വലി റിലയബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ വെരിഫൈ ചെക്ക് ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. iPhone WG എന്ന് പറഞ്ഞിട്ടൊരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പേര് പറഞ്ഞു. My name is Willy. ഞാൻ മലയാളത്തിൽ ട്രൈ ചെയ്യാം സംസാരിക്കാൻ. ഞാൻ ഒരു സ്കൂളിലാണ് ആൻഡ് ഞാൻ ടീച്ചേഴ്സിനെ ഒക്കെ ഒത്തിരി ട്രെയിൻ. So your voice is breaking. I think he lost his connection. അദ്ദേഹം തിരിച്ചു വരുന്ന നിഷ മാഡം. Good evening. Nandita, your today's session was excellent. And also you described it so well that, you know, it was in layman's language that I think everybody understood. And ശരിക്കും പറഞ്ഞാൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല, because you beautifully explained. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇപ്പൊ ഈ ഈവൻ പാൽമഞ്ചൻ സർ had said that when he wrote a poem, people asked തന്നെയാണോ എഴുതിയതെന്ന്. സോ ആക്ച്വലി ഈ ChatGPT യൂസ് ചെയ്ത് യൂഷ്വലി നമ്മളൊരു US കോളേജസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കൊരു പേഴ്സണൽ എസ്സേ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കോളേജ് എസ്സേ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്.
usually കുറെ ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് they don't want ChatGPT answers. Because they find that, you know, അത്രയും authentic അല്ലല്ലോ ആ ആൾ എഴുതുന്നത്, because it is somebody else who's supporting you. So what do you think about that? Is it a disadvantage in that particular field, or the colleges are just being, you know, not realistic? Ma'am, first of all, thank you. And I think when you're applying for colleges, I myself had applied for colleges in the US, and I think what they're looking for is kind of a way to show your personality. Okay, they want to know the real you. Okay, because allada nammale kurichu ariyanengil they already have a resume, they already have our like letter of recommendations from our teachers, they have this list of achievements that they're asking adokke undu, but they want to hear from us about ourselves. So I think adina using ChatGPT is kind of not fair, because, you know, we want to showcase our true colors, our true self. So I think yeah, ChatGPT should not be used for yeah, but then in today's times, I think the colleges should allow it, because in നമ്മുടെ ഇന്നത്തെ digital ഇതിൽ എല്ലാരും ChatGPT. So why this particular area is discouraging? Because നമ്മള് ഇപ്പൊ poem ഒക്കെ എഴുതണ മാതിരി, I mean poem maybe not, because you're just giving some prompts and they just make it on your own. ഇപ്പം because ഞാൻ ഇതൊരു ട്രൈ ചെയ്തായിരുന്നു, ഈ ChatGPT ഈ ഒരു essay ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. It beautifully wrote about you know myself. അപ്പോ ശരിക്കും പറഞ്ഞ അങ്ങനത്തെ കോളേജ് എസ്സേസ് ശരിക്കും ഇറ്റ് ഇസ് എ വിൻ വിൻ. പക്ഷെ ഐ തിങ്ക് ലൈക്ക് യു സെഡ് ഇറ്റ് മേ നോട്ട് ബി യു നോ കോളേജസ് വാണ്ട് ടു ഹിയർ യെസ് എത്തിക്കൽ ആണോ എന്നാണ്. ദാറ്റ്സ് വൈ പ്രോബബ്ലി ദേ ആർ ഡിസ്കറേജിങ്, വിച്ച് ഇസ് സാഡ്, ബിക്കോസ് വെൻ എവറിബഡി ഈസ് യൂസിങ് ChatGPT for everything, why not this? That's not sad. Thank you, madam. iPhone WG, I think you got disconnected. Can you just continue? Yeah, so my question, as I said, I'm working with teachers and principals of schools and helping them develop their understanding of AI tools and how they can use it. So my question is basically, nammal ChatGPT la prompt okke cheyyumbam when I tell my teachers to prompt using ChatGPT, our pillarinte name or any personal identifiable information such as maybe an address or maybe a location, an age or a correct name, adu nammal prompt il adellam details undengil allengil nammal or Excel sheet with the data of the children nammal online adu upload cheyidal, adinde what are the things that I have to keep in mind? Is that going to be dangerous for children in the future? Does the ChatGPT model, you know, does that become public information in the future? Will the answers to other people's questions, could it include my data? Because pillar, you know, I'm a little concerned about that one thing, and I really don't know if there is any I just need a response for that. Yeah. Actually, in my opinion, whenever we're giving a prompt, we should try to avoid as much personal details as possible. Okay, because they do say that all of these stats are being monitored, but I don't think that it will be directly shown in other people's answers as such, but it could influence its future responses. So our data is feeding, it is going into the model so that it will be like a, you know, like an input for the future responses that it will give. So it will most probably store all of the data, all of the questions that we are asking. Even all the apps in our phones, right? All the applications in our phone, they have a lot of data of us. So like this is an app that is currently under training, right? Adim ChatGPT was completely free, but now they're like making it more paid and everything, right? It is because first it was in the completely training stage. Now that people are understanding its benefits, its value will go up, right? And it's only going to go up in the future. So namakku ippum we're able to use it freely because it's still under the training period. So training period means all of our data is being used to train it. And that training is a process which will never stop. That is how this model becomes better. So data, it probably can see this data, but as people like ethically, we as people who are giving the prompts should avoid all personal information. Whether they store it or not is not completely transparent to us, right?
Thank you, Nandita. That is a perfect answer. Joji Jose. ഓക്കെ. നന്ദിത, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ അന്നത്തെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരു അക്കൗണ്ട്സ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സലിൽ ഫോർമുല ഡെവലപ്മെന്റ്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയത്തെ എക്സലിൽ എങ്ങനെ ഫോർമുല ആക്കാമെന്ന് ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ പർപ്പസിലൊക്കെ കുറെ ഉപയോഗിക്കാം. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഈ പ്രത്യേകിച്ച് ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ, അതായത് ലെറ്ററിങ്, അതുപോലെ ഈ റെസൊല്യൂഷൻസ് ഒക്കെ, അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെയുള്ള ഇത് വരും. ഞാൻ വാട്സാപ്പിലുള്ള മെറ്റ എന്ന് പറഞ്ഞ അതും ഉപയോഗിക്കാറുണ്ട്, AI ടൂള്. അപ്പോഴും അവിടെയും ഇത് രണ്ടും നല്ല ഞാൻ കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്, ചാറ്റ് GTPയിലുള്ളതും. അപ്പൊ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ ആൻസർ ഒക്കെയാണ് വരുന്നത്. അപ്പോ അതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒത്തിരി കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനും പറ്റി. താങ്ക് യു എന്ന് പറയാൻ വേണ്ടിയാണ് അൺമ്യൂട്ട് ചെയ്തത്. Thank you, sir. Ashok Nair, sir. Good evening. First of all, congratulations, Nandita. Wonderful topic ആയിരുന്നു, സൂപ്പർബ് ആയിരുന്നു, വളരെ സിംപ്ലി സൂപ്പർബ്. എന്താണ് AI-യുടെ എല്ലാവിധ ഫ്രം ബേസിക് ടു സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും വളരെ ലളിതമായിട്ടും ഈസി ടു അണ്ടർസ്റ്റാൻഡ് വേയിൽ പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. ഇതിൽ എനിക്കിവിടെ നിഷ മാഡം പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയാനുള്ളത്, ഫ്രം ലീഗൽ പെർസ്പെക്റ്റീവ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ, കൊളറാഡോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോയർ, he was banned from the court and his profession was banned and he was thrown out of his law firm. Why? Because അയാളുടെ കേസിന് അനുകൂലമായിട്ടുള്ള ഒരു ആ സിറ്റുവേഷൻസ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അതിന് അനുകൂലമായിട്ടുള്ള കേസ് ലോസ് ചാറ്റ് GPT ഉണ്ടാക്കി കൊടുത്തു. ഈ കേസ് ലോയുമായിട്ട് അയാൾ കോടതിയിൽ പോയിട്ട് വാദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ വെരിഫൈ ചെയ്തപ്പോൾ there is absolutely no such cases. സോ അതിന്റെ ബേസിസിൽ AI-യുടെ മാൽ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഇയാളുടെ അവിടെയുള്ള സന്നദ്ധ റദ്ദാക്കി. അതുമാതിരി തന്നെ അയാളെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എംപതറ്റിക് വ്യൂ ഓഫ് ചാറ്റ് GPTയുടെ പുതിയ ടെക്നിക്സ് ഒക്കെ എംപതറ്റിക് വ്യൂ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഓവർ ഈസ് യൂസിങ് ചാറ്റ് GPT, എസ്പെഷ്യലി ഇമേജസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ കോപ്പിറൈറ്റും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ഇഷ്യൂവും വരും. അതൊന്ന്. 2, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് വെർബാറ്റിം കിട്ടുന്നത് അതേമാതിരി എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ബി ലാലി മാഡം ഇവിടെ എഴുതിയത് മാതിരി പ്ലേജറിസവും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. യു ഹാവ് ടു ആഡ് യുവർ ഓൺ ഹ്യൂമൻ എലിമെന്റ്. നമ്മളൊരു കണ്ടന്റ്, ഒരു ആർട്ടിക്കിൾ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ റേസ് ചെയ്യുകയാണെങ്കിൽ ചാറ്റ് GPT will give you hundreds of options. നമ്മൾ ഈ പ്രോംപ്റ്റ് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് it will give you different angles of that particular subject itself. But at the same time, if you can go through that particular paragraph, each paragraph, and then add and change the sentences and add your own content, then it becomes unique for you. That way you will be legally protected. That much I need to add. Thank you very much. Sir. Yes, sir. Thank you. Yeah, one more thing that I want to add is ഇതാണ് ഞാനിപ്പോ പറഞ്ഞ ഹാലൂസിനേഷൻ AI-യുടെ. അതായത് ഇപ്പോഴും ഫാക്ച്വൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഇതിന് തരാൻ പറ്റുന്നില്ല. ആ ഒരു ക്രിയേറ്റീവ് സൈഡ് അത് ഫാക്ച്വൽ ഇൻഫർമേഷനിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഷ്യൂ വരുന്നത്. ഇൻ ദ നിയർ ഫ്യൂച്ചർ നമുക്ക് ആ ഇഷ്യൂ റിസോൾവ് ആകുമെന്ന് ഹോപ്പ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ about the property rights, image generation, actually there is this case that Korea artists, they started suing all these big companies like ChatGPT because avarude art models allengi art paintings okay inspiration aayittu edutittanallo ee models okay image generate cheyyunnathu. So actually there are ethical considerations like that also from the artist point of view as well. Thank you. It is not only ethical, it is legal also. Because ഈ ആർട്ടിസ്റ്റിന്റെ കാര്യം പറഞ്ഞത്, ഈ ചാറ്റ് GPT എന്ന് പറയുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്നത് നേരത്തെ ഇപ്പൊ ഷേക്സ്പിയറിന്റെ കവിതയായിട്ട് അതേ മോഡലിൽ വേണമെന്ന് പറഞ്ഞില്ലേ, അതാ ഷേക്സ്പിയർ കവിതയിൽ നിന്നാണ് ആ ഡേറ്റ എടുക്കുന്നത്. ആക്ച്വലി ഇറ്റ് അമൗണ്ട്സ് ടു പ്ലേജിയറിസം. ഇറ്റ് ഫോൾസ് ഇൻ ടു ദ പ്ലേജിയറിസം. വൈ ദ തിൻ ലൈൻ ഓഫ് പ്ലേജിയറിസം ആൻഡ് യുവർ ഓൺ ലിറ്ററൽ ക്രിയേഷൻ എന്നുള്ളത് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ അതിനിപ്പോ നേഷൻ സ്റ്റേറ്റ്സ് എല്ലാം തന്നെ ഡിഫറെന്റ് നേഷൻ സ്റ്റേറ്റ്സ്, എസ്പെഷ്യലി ഫ്രം ദ വെസ്റ്റേൺ കൺട്രീസ് പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇറ്റ് വിൽ ബി വെരി കോഷ്യസ്. സി ഓഫ് കോഴ്സ് നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ മോള് പറഞ്ഞതുപോലെ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അത് നമ്മുടെ ലൈഫിനെ കംഫർട്ടബിൾ ആക്കുന്നു. ഇൻ യുവർ പ്രൊഫഷൻ, ഇൻ യുവർ ജോബ്, ഇൻ യുവർ സ്റ്റഡീസ്, ഇൻ യുവർ കരിയർ, എവരിവെയർ. Absolutely no doubt for it. But whoever is using artificial intelligence to be on the safer side, be more cautious and add your own input. That way you can make it unique and you can make that particular article or whatever your creation as exclusively yours. Thank you, sir. I just want to add one thing, Nandita. There are a lot of errors when you use ChatGPT. Simple mathematics പോലും തെറ്റായിട്ട് വന്നിട്ടുള്ള എക്സാമ്പിൾസ് ഒരുപാടുണ്ട്.
I have tried it. ഞാനൊരു 5-6 prompts ഒക്കെ കഴിഞ്ഞിട്ടാണ്. If you ask them to give, ഞാനൊരു few million ഇത് divided by ഒരു figure കൊടുത്തിട്ട് എല്ലാ തവണയും it was giving a wrong answer. So I just told them this is not right, this is not right. അങ്ങനെ 4-5ാമത്തെ തവണ കഴിഞ്ഞ് every time they thanked me. Okay, sorry എന്നുകൊണ്ട് correct ചെയ്യാൻ ശ്രമിക്കും. So if people are blindly believing these things, there will be a lot of errors. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, as you rightly said, ChatGPT is a black box. You don't know what is going inside. And if you don't have the basic understanding, നമുക്കിപ്പോൾ സയൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മാത്സിനെ കുറിച്ചിട്ടോ ലീഗലിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ അശോക് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് മാത്രമേ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. If you don't have that basic understanding, so it cannot replace the fundamental education that ഞാൻ പറഞ്ഞു വരുന്നത്. I'm telling it because now we are working on an AI/ML model, which is called an impact-based flood forecasting system for the 2 river basins in Kerala. So we are using extensively these AI/ML tools, and every day we come out with the errors that is happening inside that AI model. അത് error ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ you should have the fundamental knowledge of what is right and what is wrong. അപ്പോൾ പലപ്പോഴും ആൾക്കാർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടോട്ടലി ChatGPT ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകും. You rightly said, factual errors മാത്രമല്ല, there are a lot of mathematical, analytical errors and biases ഇതിനുള്ളിൽ വരുമ്പോൾ അത് തെറ്റാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു ഫണ്ടമെന്റൽ നോളജിന്റെ പുറത്ത് മാത്രമേ നമ്മൾ ChatGPT ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ഇൻ ദ കേസ് ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കേസിലായിരുന്നു, ഇപ്പൊ ഡോക്ടർ മഞ്ജുലൊക്കെ ഇവിടെ ഉണ്ട്. You can give lots of inputs, പക്ഷെ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡോക്ടർ അതിന്റെ പുറത്താണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. And as Yuval Noah Harari has said, it has got lots of other issues. കാരണം മറ്റേത് നമ്മൾ ChatGPT അല്ലെങ്കിൽ ഇത്തരം AI മോഡൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എറർ ക്യാൻ കിൽ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ. മറ്റേതൊരു ഡോക്ടറുടെ എററിന് ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ അതർ സൈഡ് ഓൾസോ ഇസ് ദർ. കാരണം ഫണ്ടമെന്റലി ഒരു പ്രോഗ്രാമിൽ എറർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിളിനെ ചിലപ്പോൾ എഫക്ട് ചെയ്തെന്ന് വരാം, ഇഫ് യു ടോട്ടലി ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ്. എന്നതാണ് എൻ്റെ ഫീലിംഗ്. ആക്ച്വലി I just ഈ ഒരു ഫോറം കിട്ടിയപ്പോൾ പറയണമെന്ന് വിചാരിച്ചേ ഉള്ളൂ. We are presently, yesterday and today, we were really worried about some of the findings that we could get out of analyzing 100 years of data of rain gauges and the dam water level and all. We still are really worried whether 2018 is going to repeat, because നമ്മുടെ ഡാംസിന്റെ ലെവൽ എല്ലാം ഹൈ ആണ്. 12th മുതൽ 15th വരെ ഹെവി റെയിൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. So we're trying to find out these things, and it is very helpful. These tools, AI/ML models, are a lot. So that is one caveat that I would give, that as Dr. Lali പറഞ്ഞ പോലെ മനുഷ്യൻ അവന്റെ ബ്രെയിൻ യൂസ് ചെയ്യാത്തൊരു അവസ്ഥയിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന എറേഴ്സ് കണ്ടുപിടിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. And your session was excellent. If anybody wants to add something, you can. എനിക്ക് ഒരു കാര്യം, അതായത് ഇപ്പൊ ഇവിടെ മിസ്റ്റർ ശിവപ്രിയൻ ചോദിച്ചിട്ടുണ്ട്, ChatGPT cannot produce recent info, right? It is limited to 2022. എന്റെ അറിവിൽ അങ്ങനെയാണ്. 2022 ശേഷം അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുവരെയുള്ള ഇൻഫർമേഷനേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. Maybe I don't know. Nandita maybe can add on to that. Yeah, I think ChatGPTക്ക് recent updates വരുന്നുണ്ട്. പക്ഷെ there are other models which are up to date. Gemini That AI is is true. very up That to is true. date. But ChatGPT Google, came first, and it has become more common. Of course, Gemini and all other new add-ons of every day it is coming up. yeah, I think Geminiക്ക് actually very up to date information ഉണ്ട്. കാരണം because it is a Google's tool. Yeah. They have all the data from Google. So like recent കാര്യങ്ങൾ വേണമെങ്കിൽ sometimes ChatGPT itself tells you. Like ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല because I don't have information. പക്ഷേ recently what I've noticed is ഞാൻ കുറച്ച് മൂവി റെക്കമെൻഡേഷൻ ചോദിച്ചു ChatGPTയോട്. So it was giving me a data, and in between it showed browsing the internet. So it has access to the internet also these days. So latest, I think GPT-4 version can access the internet. So yes. And there are some add-ons that you can add with ChatGPT where you can upload PDF and Excel files. Yeah, right. Our ChatGPT-4 ന്റെ particular features ആണ്, like it is accessible for a set time. ഒരു ദിവസം ഇത്ര മണിക്കൂർ, monthly limit, everything. 10 uploads കഴിഞ്ഞാൽ പിന്നെ stop. Yeah. Anybody else? It's really wonderful. Just one more doubt about doctor അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, and Ali doctor also had asked that question. What do you think about
something happening to our working of the brain because of using ChatGPT henceforth? What will happen? What do you think? In my opinion, ChatGPT use ചെയ്തുകൊണ്ട് our brains are not going to get altered. Like, I think our Yeah, lives I will think be maybe better. and I think maybe our brains will have to work to figure out what prompts to give the ChatGPT probably. Because Exactly, that is a huge work. അതൊരു വലിയ emerging field ആണ്. Prompt engineering companies like a പുതിയ post ആണ് prompt engineers, because you need people to give the correct prompts. അതിന് we like You on a should have the deeper level, fundamental knowledge. yeah, we need fundamental knowledge about AI and ML as well. Not even ML. The question what you are asking, നിങ്ങളുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഫണ്ടമെന്റൽ നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചോദ്യം ചോദിക്കാൻ പറ്റില്ല. Yeah, that's also true. iPhone WG, sir, I forgot your name. You want to add something more? Yeah, my name is Willie. Thank you. Willie, okay. Just something to share. In my sessions with children, I tell them that earlier you had to learn you had to learn to talk to a computer. It used to take you 5 years to become a engineer and learn how to program a computer. But now the computer has learned English, and so through natural language, you are now able to get the computer to do things that you wanted to do, which now means that the future could also be brighter for people in language and literature, and that can help you if you develop your critical thinking. Right, your critical thinking skills will then get structured in language, which will then go ahead and help the AI give you things that you want to do and get done. So that is, just a little bit of sharing I wanted to share. And my question really here is, first, the question I want to ask is, the way there is, like the way we can have a private server and not a public server, is there a way, നമ്മൾക്ക് ChatGPT ന്റെ public knowledge അല്ല, is there a way for me എൻ്റെ സ്കൂളിൽ എനിക്ക് എൻ്റെ സ്വന്തം പ്രൈവറ്റ് ഒരു ChatGPT പോലെ എന്തെങ്കിലും ഒരു മോഡൽ ഞാൻ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഇന്റർണൽ നെറ്റ്വർക്കിൽ, which will then have only the information that my system has. For example, എൻ്റെ സ്കൂളിന്റെ calendar അല്ലെങ്കിൽ എൻ്റെ സ്കൂളിന്റെ എല്ലാ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ any material that I want my teachers to refer to, so that the credibility and authenticity of the accuracy of the data can be vetted and verified by me, enter into that, and then use ChatGPT to be able to, use that model to be able to do something and deliver better results in terms of accuracy and things like that. Other ending possibility undo, is there any open source in that is a exploration I have. That's a very good question. I think ChatGPT is currently working on that. ChatGPT, we have different channels, right? YouTube channels. അതുപോലെ ChatGPT has already released some different versions of ChatGPT, like ChatGPT for Python coding, ChatGPT for JavaScript coding, or ChatGPT for like specific things, okay? For like studying, or like for some simulations. They will probably release, I don't know if that feature is already there, but I think they are planning to release one in the future where we can give some inputs, like you said, some school calendars or textbooks, something like that could be inputted to ChatGPT, and then we'll have our own version of ChatGPT, just like how we have like like YouTube channel or something like that. Nandita, voice break ചെയ്യുന്നുണ്ട്. I think there's a network issue. To add to what Nandita has talked about this particular aspect, why you should depend on ChatGPT? You can go for a web app, you can develop a web application itself, and you can incorporate the ChatGPT input also there. That will be much more better. You are not violating the terms of ChatGPT, or you are not violating the copyrights or IP rights of other software companies. It will be better. You can have your own web app in your name or in your school's name, and then put whatever content you want and incorporate whatever content you wish to have from other public sources. Asha madam, we are recording this. I will ask Dr. Girija to share it if she has got the number. Jasmine was asking some questions. Chat. I hope if you have not got your answer, you can ask to Nandita. Jasmine, എന്തോ ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ChatGPT or Gemini ഏതാണ് നല്ലത് മൊബൈൽ ആപ്ലിക്കേഷനിൽ?
ചോദിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ? സർ അത് തന്നെ എന്റെ ചോദ്യം. ആ. ഏത് ഫോണിൽ അപ്ലോഡ് ചെയ്യേണ്ടത്? ജിമിനി ChatGPT ആണോ അപ്ലോഡ് ചെയ്യാൻ നല്ലത്? അത് നന്ദിതയാണ് അത് ഉത്തരം പറയാൻ പറ്റിയ ആൾ. I think രണ്ടും it works very similar. നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. If you want to give കുറെ image inputs or like different types of inputs, I think PDF, image, files എല്ലാം കൊടുക്കണമെങ്കിൽ Gemini will be better. And like current knowledge കുറെ കൂടി ഉണ്ട്. But ChatGPT is also very powerful. Like depends, they're kind of similar. You should kind of use and experiment, I believe. പക്ഷെ ഏതാണെങ്കിലും whichever is more comfortable for you, അത് യൂസ് ചെയ്യും. What about Copilot? Yeah, Copilot is also good. Personally, ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ChatGPT, Gemini ആണ്. That's what I'm telling. എല്ലാ മോഡൽസും അൾട്ടിമേറ്റ്ലി ഡേറ്റ സെറ്റ് എടുക്കുന്നത് ഇന്റർനെറ്റിൽ നിന്ന് തന്നെയാണ്. സോ അവര് ബിഹേവ് ചെയ്യുന്ന രീതി ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്സിന്റെ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് ലൈക്ക് ഡിഫർ ആകത്തുള്ളൂ. Thank you. Dhanya madam, you want unmute ചെയ്യണേ. You're on mute. Mute ആണല്ലോ. Mute ആണ്. ധന്യ എന്തോ അൺമ്യൂട്ട് ചെയ്യാൻ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. Hi Nandita, Hi. congratulations for the excellent presentation. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി തരുന്ന വിധത്തിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വാട്ട് എവർ യു ഹാവ് ടോൾഡ്. കൺഗ്രാറ്റുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. Thank you, Dr. Thank you Manjula. so much, Manjula ma'am. ധന്യ പുറത്തേക്ക് പോയി തോന്നുന്നു. എനിബഡി എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടോ? കാരണം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നന്ദിത അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. It was such a wonderful session and it was actually ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ അലി സാറേ. ഒന്നും ചോദിക്കാനല്ല, പക്ഷെ ഞാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കയറിയത്. അതുകൊണ്ട് നന്ദിത ആരാണെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ റെക്കോർഡ് കേട്ടോളാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇതിങ്ങനെയുള്ള ഒരു കോമൺ ഓഡിയൻസിന്റെ മുമ്പിൽ ഇത്ര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ ഗോഡ് ഗിഫ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. അത്രയ്ക്ക് വണ്ടർഫുൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം ആണല്ലോ. വന്നിരിക്കുന്ന ആൾക്കാർ പലയിടത്തുള്ളതാണ്. അപ്പൊ ആ വേ യു എക്സ്പ്ലെയിൻഡ് ഓൾ ദിസ് തിങ് ചെറിയ കാര്യമല്ല പറയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞത്. അപ്പൊ അത് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കിബ്ര അലി സാറേ, നന്ദിത ആരാന്ന് പറയണെങ്കിൽ തന്നെ 5 മിനിറ്റ് എടുക്കും. വേണ്ട, ഞാനത് ചോദിക്കുന്നത് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട്. അത് ഞങ്ങൾ പിന്നീട് നേരിട്ട് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് ആക്ച്വലി എന്തൊക്കെ ടോപ്പിക്സ് എടുക്കണം എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് കുറെ ടെക്നിക്കൽ ആയിട്ട് പറയണമെങ്കിൽ ഇറ്റ് വിൽ ഇൻവോൾവ് എ ലോട്ട് ഓഫ് മാത്സ്, അങ്ങനെയൊക്കെ പോകേണ്ടി വരും. പക്ഷേ താങ്ക് യു സോ മച്ച്. അതന്നെ ഞാൻ പറയാം. The way you put it was excellent. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിന് ഇത്ര സിമ്പിൾ ആയിട്ട് 1 മണിക്കൂർ കൊണ്ട് പറയുക എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അതെങ്ങനെ പറയാൻ പറ്റിയെന്നുള്ള ഒരു പക്ഷേ ധന്യ പറയും. ധന്യ ആർക്കാണ് ക്രെഡിറ്റ്? ക്രെഡിറ്റ് ഗോസ് ടു ഹൂം എന്നുള്ളതാണ് ചോദ്യം. താങ്ക് യു സോ മച്ച് സർ. മോൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിന് ഹാപ്പിനെസ് ഹബിനോടും അതുപോലെ നമ്മുടെ ഗിരിജ മാഡത്തിനോടും ഒക്കെ നന്ദി പറയുകയാണ്. ഗിരിജ അത്യാവശ്യമായിട്ട് മീറ്റിംഗിന് പോയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി വന്നത്. ഞാൻ ഈ എല്ലാ ക്രെഡിറ്റും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ സർ. നന്ദിത ഷീ ഈസ് ജസ്റ്റ് 18. CET-യില് സെക്കൻഡ് ഇയർ ആണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണ്. ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പാഷൻ. പക്ഷെ ഈ എൻട്രൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ കോമ്പറ്റീഷൻ രംഗത്ത് നിന്ന് പുള്ളി സ്വയം കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഒരുപാട് വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു +1 +2. അതുകൊണ്ട് തന്നെ അപ്ലൈഡ് ആണ് കിട്ടിയത്. എന്നാലും കംപ്ലീറ്റ് ഏത് സമയത്തും ഇതുപോലെയുള്ള മെഷീൻ ലേണിംഗ്, AI എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് പുള്ളിയുടെ മനസ്സ്. ഇപ്പൊ ഈ ഇടയ്ക്കും സ്റ്റാൻഫോർഡിൽ നിന്ന് ഒരു കോഴ്സ് ചെയ്തു. അപ്പൊ അത് കാണുമ്പോ അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ഹർ ദാറ്റ് യു ഡിഡ് ഇറ്റ് വെൽ. അതെ അതെ. ഡോണ്ട് വറി അബൌട്ട് യുവർ ബേസിക് ഡിഗ്രിയുടെ അത് ഇലക്ട്രോണിക്സ് ആണോ സിവിൽ ആണോ മെക്കാനിക്കൽ ആണോ എന്നുള്ളതൊന്നും ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു. അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇഫ് യു ഹാവ് സം പാഷൻ
ആ ഫീൽഡിലേക്ക് പോകാൻ പറ്റും. ഇതൊരു ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ സ്റ്റോൺ മാത്രമാണ്. അതിന്റെ മുകളിലുള്ള വീട് എത്ര ഭംഗിയായിട്ട് തീർച്ചയായിട്ടും പണിയണം എന്നുള്ളത് ഇറ്റ് ഈസ് അപ് തീർച്ചയായിട്ടും ടു സർ. യു. ആക്ച്വലി അതുകൊണ്ട് അത് കിട്ടാഞ്ഞത് ഇപ്പൊ നന്നായി എന്നാണ് നന്ദിത പറയുന്നത്. കാരണം അവൾക്ക് ഒരുപാട് ഏരിയയിലേക്ക് പോകാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ 18 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും AI എന്നുള്ളത്, അവൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, AI എല്ലാവരും ഒരു എനിമി ആയിട്ടാണ് കാണുന്നത്. എനിക്ക് അതൊന്നും മാറ്റിക്കൊടുക്കാൻ മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി തന്നെയാണ് എന്നോട് ഇങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരണം. അപ്പൊ എനിക്ക് കുറെ ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. സാധാരണ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ടെക്നിക്കൽ സൈഡിലുള്ള പേപ്പർ പ്രസന്റേഷനും അതുപോലെ ടെക്നിക്കൽ ടോക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ നന്ദിതയോടും താങ്ക്സ് പറയുകയാണ്, കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരിക്കൽ കൂടി. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാനിത് പറഞ്ഞല്ലോ, ഞാനിത് കേട്ടപ്പോ ഏതോ IT കമ്പനിയുടെ ഡെവലപ്മെന്റ് ടീമിന്റെ ഹെഡൊക്കെ ആയിരിക്കും. കാരണം ഇത്ര മനോഹരമായിട്ട്, ഇത്ര ആധികാരികമായിട്ട്, അതാണ് ഇമ്പോർട്ടന്റ്, ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആള് ഒരു സ്റ്റുഡന്റ് ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഗ്രേറ്റ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടും തീർച്ചയായും. സാറേ, ഇനി ടീച്ചർമാരുടെ കാര്യം കട്ടപ്പകയാണ്. സാറൊക്കെ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. ഇങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ വളരെ നന്ദി എല്ലാവർക്കും. നമുക്കിനി അടുത്ത ബുധനാഴ്ച വീണ്ടും ഇത്തരം വേദികളിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് അലോട്ട് നന്ദിത, ഓൺ ബിഹാഫ് ഓഫ് എവറിബഡി ആൻഡ് എസ്പെഷ്യലി ഓൺ ബിഹാഫ് ഓഫ് ഡോക്ടർ ഗിരിജ. ഷീ കുഡ് നോട്ട് കണ്ടിന്യൂ, ബട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ വിൽ ഷെയർ ദ റെക്കോർഡിംഗ് ടു ഹെർ. താങ്ക് യു വെരി മച്ച്. ബൈ. താങ്ക് യു. ബൈ. Thank you. Good night. Thank you, Nandita. Bye. Bye. Thank you. Thank you.